നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. PSLV C-61 വിക്ഷേപണത്തിൽ അപ്രതീക്ഷിത തിരിച്ചടി. ദൗത്യം പാളിയത് 3ാം ഘട്ടത്തിൽ. കാരണം വിശദമായി പരിശോധിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. Up to the second stage, the performance was quite normal. Third stage, motor started perfectly. But during the functioning of the third stage, we are seeing a observation and the mission could not be accomplished. After analysis, we shall come back. Thank you. ബംഗ്ലാദേശിന്റെ വടക്ക് കിഴക്കൻ കുതന്ത്രത്തിന് ഭാരതത്തിന്റെ ചുട്ട മറുപടി. മേഘാലയയിൽ നിന്ന് അസമിലേക്ക് പുത്തൻ ഹൈവേ. ചിലവ് 22,864 കോടി. ലക്ഷ്യം തന്ത്രപരമായ മേൽക്കൈയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന കുതിപ്പും. ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനും നിയന്ത്രണം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. ചടങ്ങുകൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ. വത്തിക്കാനിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. സർവകക്ഷി സംഘത്തിൽ ശശി തരൂരിന്റെ പേരൊഴിവാക്കിയതിൽ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പാർട്ടി നിർദ്ദേശിച്ച പേരുകൾ സർക്കാർ ഒഴിവാക്കിയെന്ന വിമർശനം. പ്രതിനിധി സംഘത്തിനൊപ്പം പോകാൻ നേതാക്കൾക്ക് ഒടുവിൽ പാർട്ടി അനുമതി. കാളികാവിലെ നരഭോജി കടുവയ്ക്കായി ഇന്നും തിരച്ചിൽ. ദൗത്യത്തിന് 60 പേരടങ്ങുന്ന സംഘം. കടുവയെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാതെ അധികൃതർ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് അത്യാഹിത വിഭാഗത്തിലെ തീപിടുത്തത്തിൽ അവ്യക്തത തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ശബരിമല സന്നിധാനത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടയ്ക്കും. രാത്രി 10-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകും. 33,000-ഓളം ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. മിഥുൻ മുരളി ചേരുന്നു അവിടെ നിന്നും. മിഥുൻ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. എന്തായാലും ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതു മുതൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ദിവസം മാത്രമാണ്. നാളെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകുന്നു. ഇപ്പോഴും എങ്ങനെയാണ് ഭക്തജനങ്ങളുടെ തിരക്ക് അവിടെ? രോഹിണി, സ്വാമി ശരണം. ഈ 5 ദിവസങ്ങളിൽ ഏറ്റവും കുറവ് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ്. സുഗമമായ ദർശനം ഇന്ന് രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. പതിവ് പൂജകൾ തുടങ്ങിയ 15-ാം തീയതി 29,000-ഓളം ഭക്തജനങ്ങളും 16-ാം തീയതി 37,000-ഓളം ഭക്തജനങ്ങളും ഇന്നലെ 33,000-ഓളം ഭക്തജനങ്ങളും. ശരാശരിക്ക് മുകളിൽ ഭക്തജന തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടെങ്കിൽ ഇന്ന് തിരക്ക് കുറവാണ്, നന്നേ കുറവാണ് തന്നെ പറയാം. ഭക്തജനങ്ങൾക്കെല്ലാം സാവധാനം 18-ാം പടി തൊഴുതു വണങ്ങി കയറി ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. നേരിട്ടുള്ള ദർശനക്രമവും ഒപ്പം ഫ്ലൈ ഓവറും ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന രീതിയാണ് ഇത്തവണയും തുടർന്ന് പോകുന്നത്. ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം കൂടുതൽ ഭക്തജനങ്ങൾക്കും നേരിട്ടുള്ള ദർശനം സാധ്യമാകുന്നുണ്ട്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി നേരിട്ട് ദർശനം സാധ്യമാകുന്ന ദിവസമാണ് ഇന്ന്.
ഫ്ലൈ ഓവറും വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് ഒഴിഞ്ഞ ദിവസമായി ഇന്ന് ഫ്ലൈ ഓവറും മാറുകയാണ്. ഇപ്പോൾ നേരിട്ട് ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി ഭക്തജനങ്ങൾ നേരിട്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരിട്ടുള്ള ദർശന സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തിരക്ക് കുറവായതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നു. 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന അധികം ഭക്തജനങ്ങൾ ഇല്ലാതെയുള്ള 18-ാം പടിയാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായി 18-ാം പടി തൊഴുത് വണങ്ങി മുകളിലേക്ക് കയറി വരുന്നതിനുള്ള അവസരവും ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകൾ ഭക്തജന പ്രവാഹമായിരുന്നു, വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടതെങ്കിൽ ഇന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ തിരക്ക് നന്നേ കുറവ് എന്ന് തന്നെ പറയാവുന്ന സാഹചര്യമാണ്. ഫ്ലൈ ഓവറിന്റെ പകുതിയിലധികവും ഭാഗവും സോപാനത്തിനോട് ചേർന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഭക്തജനങ്ങളെ കാണാൻ സാധിക്കുക. ബാക്കി മുഴുവൻ ഭാഗവും ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയുമാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഇന്ന് മറ്റു ഭാഗങ്ങളിലും ഭക്തജനങ്ങളുടെ അങ്ങനെ തിരക്ക് ഒന്നും കാണാനില്ല. ഇന്നലെ വരെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വിവിധ ഭാഗങ്ങളിലെല്ലാം ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങളും വിരിവെച്ച് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാം വലിയ കൂട്ടമായിരുന്നു ഇന്നലെ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടിരുന്നെങ്കിൽ ഇന്നങ്ങനെയല്ല. മിക്ക ഭാഗങ്ങളും വിജനമായി തന്നെ കിടക്കുകയാണ്. സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നു. മലയാളികളാണ് ഈ ദിവസങ്ങളിൽ കൂടുതലായി എത്തിയത്. സാധാരണഗതിയിൽ തന്നെ മാസപൂജ സമയത്ത് മലയാളികളാണ് ദർശനത്തിന് കൂടുതൽ എത്തുന്നത്. ഇത്തവണയും മാറ്റമുണ്ടായില്ല. മലയാളികൾ കൂടുതലായി എത്തി. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്നുണ്ട്. വേനലവധിയൊക്കെ കഴിയുന്ന മാസമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുമായി ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തുന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള സോപാനത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ തന്നെ കുഞ്ഞു അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയെല്ലാം ധാരാളമായി ദൃശ്യങ്ങളിൽ കാണാം. അയ്യപ്പ ദർശനത്തിന് വേണ്ടി ഇനി ഏതാനും നിമിഷം മാത്രം കാത്തു നിൽക്കുന്ന സോപാനത്തിന് സമീപത്ത് നിന്നുള്ള കുഞ്ഞു അയ്യപ്പന്മാരുടെയും കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും എല്ലാം ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പകുതിയിലധികം ഭാഗവും ഫ്ലൈ ഓവറിന്റെ പകുതിയിലധികം ഭാഗവും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, വിജനമായി തന്നെ കിടക്കുകയാണ്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നാളെയും സമാനമായ രീതിയിൽ തന്നെ തിരക്ക് കുറയുന്നതിനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് ശബരിമലയിൽ നിന്നും കാണപ്പെടുന്ന കാഴ്ചകൾ. നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇടവമാസ പൂജയ്ക്ക് സമാപനമാകും. തിരക്ക് ഈ രീതിയിൽ തന്നെ കുറവായിരിക്കും എന്നുള്ള സാധ്യതകളാണ് കാണുന്നത്. 18-19 ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് നേരത്തെ തീരുമാനിച്ചതിന്റെ പ്രകാരം വെർച്വൽ ക്യൂ ബുക്കിംഗിലുമൊക്കെ ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രപതി ഇത്തവണ ദർശനം നടത്തില്ല എന്നുള്ള തീരുമാനം വന്നതിന് ശേഷമാണ് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗിലുമൊക്കെ മാറ്റം കൊണ്ടുവന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്നുള്ള അനുമാനമാണ് ഈ ദിവസങ്ങളിൽ തിരക്ക് കുറയാവുന്നതിനുള്ള, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ കൂടുതൽ എത്തി ഈ ദിവസങ്ങളിൽ തിരക്ക് കുറയുന്നതിനുള്ള കാരണം എന്നാണ് നമുക്ക് വിലയിരുത്താൻ ഉള്ളത്. എന്തായാലും തിരക്ക് കുറഞ്ഞ സന്നിധാനം, ഒപ്പം മഴയുമുണ്ട്. തണുത്ത കാലാവസ്ഥയാണ് രാവിലെ. ഇന്നലെ രാത്രി വരെ ഇടവിട്ട് മഴ, ഇന്ന് പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇടവിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും മഴയുണ്ടായിരുന്നു. മഴയും മഞ്ഞും എല്ലാം ചേർന്ന തണുത്ത കാലാവസ്ഥയാണ് സന്നിധാനത്ത്. ആ തണുത്ത പുലരിയിൽ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും സാവധാനം തിരക്കൊന്നും കൂടാതെ സുഗമമായി ദർശനം നടത്തുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തണുത്ത ആ ഒരു കാലാവസ്ഥ, സന്നിധാനത്തെ ആ തണുത്ത അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു മഴയൊക്കെ എപ്പോൾ വേണമെങ്കിലും മഴ ഉണ്ടായേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് ഉള്ളത്. ഇടവിട്ടുള്ള മഴ ഇന്നലെ പകലുമെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും ഏത് നിമിഷവും മഴ പെയ്തേക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇരുണ്ട് മൂടിയ കാലാവസ്ഥയാണ്, മേഘാവൃതമായ കാലാവസ്ഥ തന്നെയാണ് രാവിലെ സന്നിധാനത്തുള്ളത്. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. എല്ലാ മാസപൂജാ സമയത്തും നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നത്. ഇത്തവണയും ധാരാളം ഭക്തജനങ്ങൾ കുഞ്ഞുങ്ങളുമായി എത്തുന്നു. ഉഷപൂജയ്ക്ക് ശേഷമാണ് ചോറൂണ് ചടങ്ങ്. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും സന്നിധാനത്ത് സോപാനത്തിന് സമീപത്ത് നിന്നുമൊക്കെ കാണാം. ഇനി പതിവ് പൂജകൾ രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം, നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ. 7:30 ഉഷപൂജ. 1 മണിയോടുകൂടി ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. പടിപൂജ സമയത്ത് 1.5 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പടിപൂജ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വലിയൊരു തിരക്ക്, ഈ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിന് ഉണ്ടായി. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്കാണ് നടയടയ്ക്കുക. ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ ഇങ്ങനെയാണ്. തിരക്ക് ഇനി വരും മണിക്കൂറുകളിലും കുറവായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് രാവിലത്തെ കാഴ്ചകൾ സന്നിധാനത്ത് നിന്നും പങ്കുവയ്ക്കാനുള്ളത്. നാളെയും ഒരുപക്ഷെ തിരക്ക് കുറവ് തന്നെയായിരിക്കും. 6000-ഓളം ഭക്തജനങ്ങൾ മാത്രമാണ് ഇന്ന്
വെർച്വൽ ക്യൂ വഴി ബുക്കും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും വെർച്വൽ ക്യൂവും ഒപ്പം സ്പോട്ട് ബുക്കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് എത്തുന്ന ഭക്തജനങ്ങൾ കുറവായിരിക്കും. ഈ 5 ദിവസങ്ങളിൽ ഏറ്റവും കുറവ് ഭക്തജന തിരക്കും ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം, സാവധാനം തിരക്കൊന്നും കൂടാതെ അയ്യപ്പസ്വാമിയെ ദർശിച്ച് ഒരു നിർവൃതിയോടുകൂടി മടങ്ങുന്നതിനുള്ള സാഹചര്യമുള്ള ഒരു ദിവസമായി ഇന്ന് മാറുകയാണ്. രോഹിണി. ശരി മിഥുൻ, ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടയ്ക്കും. രാത്രി 10 ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകും. മിഥുൻ മുരളിയാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. PSLV C-61 വിക്ഷേപണത്തിന് അപ്രതീക്ഷിത തിരിച്ചടി. ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിക്കാനായില്ല. 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിന്റെ തുടക്കത്തിലും ദൗത്യം സാധാരണ നിലയിലായിരുന്നു. എന്നാൽ പിന്നീട് അപ്രതീക്ഷിത പ്രശ്നം നേരിട്ടുവെന്നും ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്നും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. The second stage, the performance was quite normal. Third stage motor started perfectly. But during the functioning of the third stage, we are seeing a observation and the mission could not be accomplished. After analysis, we shall come back. Thank you. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, PSLV C-61 വിക്ഷേപണത്തിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏത് ഘട്ടത്തിലായിരുന്നു ഇത് മനസ്സിലാക്കിയത് ശാസ്ത്രജ്ഞർ? രോഹിണി, ഈ PSLV C-61 വിക്ഷേപണം കൃത്യം 5:59 തന്നെ കൃത്യമായി അതിൻ്റെ ട്രജക്ടറിയിൽ ആരംഭിക്കുകയും അതിൻ്റെ ട്രാക്കിൽ ആരംഭിക്കുകയും ചെയ്തു. അത് ആരംഭിച്ച് 4 ഘട്ടങ്ങളിലായാണ് റോക്കറ്റിൻ്റെ പ്രവർത്തനമുള്ളത്. അതിൽ 3ാം ഘട്ടത്തിൻ്റെ ആദ്യത്തെ 2 ഘട്ടവും വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്ന് തന്നെയാണ് ISRO ചെയർമാൻ വ്യക്തമാക്കിയത്. സ്ട്രാപ്പ് മോട്ടോറുകൾ വിഘടിച്ചു പോകുന്നതും അതുപോലെ തന്നെ 1ഉം 2ഉം ഘട്ടങ്ങൾ വിഘടിക്കുന്നതും എല്ലാം തന്നെ വളരെ കൃത്യമായി നടക്കുകയും ചെയ്തു. അതിനുശേഷം 3ാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം, 3rd മോട്ടോറിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായി ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ISRO അറിയിക്കുന്നത്. ആ 3ാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതിന് ശേഷം ആ അവസാന ഘട്ടത്തിൽ 3ാം ഘട്ടത്തിൻ്റെ ഏതാണ്ട് അവസാനിച്ച് 4ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തിയതും ആ സാങ്കേതിക തകരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ മോട്ടോറുകൾ പ്രവർത്തിക്കാതിരിക്കുകയും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതോടുകൂടി ഇതിൻ്റെ ത്രസ്റ്റുകൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ചലനം നിശ്ചലമാവുകയും സ്വാഭാവികമായും ആ ലോഞ്ച് പിഴയ്ക്കുകയുമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം നിറവേറ്റാനാകാതെ ഇരിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ISRO ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ആദ്യ 2 ഘട്ടങ്ങളിലും വളരെ കൃത്യമായ മുന്നേറ്റം ഉണ്ടാവുകയും കൃത്യമായി മുന്നോട്ട് പോവുകയും 3ാം ഘട്ടത്തിൻ്റെ അവസാനം വരെ ഏതാണ്ട് 3ാം ഘട്ടത്തിൻ്റെ 2 ഭാഗം വരെ പൂർണ്ണമായതിനു ശേഷമാണ് ഈ സാങ്കേതിക തകരാർ ഉണ്ടാവുകയും ചെയ്തത്. സാങ്കേതിക തകരാർ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ISRO ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം കണ്ടെത്തുന്നതിന് വിശാലമായ ചില വിഷയങ്ങളൊക്കെ അതിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ മെക്കാനിക്കൽ വശങ്ങളുണ്ട്, അതിൻ്റെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് വശങ്ങളുണ്ട്, ടെലിമെട്രിയുമായി ബന്ധപ്പെട്ട വശങ്ങളുണ്ട്. ഇത് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ISRO ചെയർമാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഈ EOS-09 ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണം നടത്തിയത്. ഭാരതത്തിൻ്റെ 101ാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ്. അതുപോലെ തന്നെ PSLV XL ശ്രേണിയിലുള്ള 27ാമത്തെ വിക്ഷേപണം കൂടിയാണ്. വിവിധങ്ങളായ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയതായിരുന്നു ഈ വിക്ഷേപണം. അതായത് നമുക്കറിയാവുന്നതാണ്, സ്പേസ് ഡെബ്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ബഹിരാകാശത്തെത്തുന്ന റോക്കറ്റുകളുടെയും അതുപോലെ തന്നെ സാറ്റലൈറ്റുകളുടെയും ഘടകങ്ങൾ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് സാധ്യമാക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. സാറ്റലൈറ്റ് ലോഞ്ച് നടന്നതിന് ശേഷം 4ാം ഘട്ടം തിരിച്ചു വരുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിക്ഷേപണം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സാറ്റലൈറ്റിൻ്റെ കാലാവധി കഴിഞ്ഞാലും അത് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഇന്ധനം ഉൾപ്പെടെ നിറച്ചുകൊണ്ടുള്ള ആധുനികമായ സ്പേസ് ഡെബ്രി മാനേജ്മെൻറ്റിൻ്റെ സാങ്കേതിക തികവാർന്ന ഒരു വിക്ഷേപണമാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ 3ാം സ്റ്റേജിലെ അവസാന ഘട്ടത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുകയും സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയും ദൗത്യം പരാജയപ്പെടുകയുമായിരുന്നു എന്നാണ് ISRO ചെയർമാൻ അറിയിച്ചത്. രോഹിണി. ഐസൺ, നമുക്കറിയാം ബഹിരാകാശ രംഗത്ത് ISROയുടെ സംഭാവനകൾ എങ്ങനെയാണെന്നുള്ളത്. ഭാരതം ഈ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും ഇനിയും തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനർവിക്ഷേപണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉടൻ തന്നെ എടുക്കാൻ സാധിക്കും എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും പുനർവിക്ഷേപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വലിയ തോതിൽ വൻതോതിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യമെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ISRO ഗവേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ തന്നെയാണ് ISROയുടെ ശക്തി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ തുടർന്ന് അന്വേഷണം, അതായത് ഏത് ഘട്ടത്തിൽ ഇത് പരാജയപ്പെടുന്നുവോ ആ പ്രശ്നം പരിഹരിച്ച് അതേ രീതിയിലുള്ള സംവിധാനത്തിൽ തന്നെ, ആ സമാന സംവിധാനത്തിൽ തന്നെ വീണ്ടും വിജയകരമായി ലോഞ്ച് ചെയ്ത ചരിത്രമാണ് ISROയ്ക്കുള്ളത്.
എന്നുള്ളത്. അത് ISROയുടെ ഈ 101 വിക്ഷേപണങ്ങൾ പരിശോധിച്ചാലും അത്തരത്തിലുള്ള പല എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. അതായത് പരാജയങ്ങളിൽ നിന്നും അനുഭവങ്ങൾ ഉൾക്കൊണ്ട് വൻ വിജയത്തിലേക്ക് കുതിച്ച ഒരു ചരിത്രമാണ് ISROയുടെ ഇന്ന് വരെയുള്ള ചരിത്രം മുഴുവനും തന്നെ. ആ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം തന്നെ ഇക്കാര്യത്തിലും സംഭവിക്കും, ഇന്ന് നടന്നതിനും സംഭവിക്കും. തീർച്ചയായും എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 9 വീണ്ടും വിക്ഷേപിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കുക, ആ ഭ്രമണപഥത്തിൽ എത്തിച്ചതിന് ശേഷം ഭൂമിയുടെ നിരീക്ഷണവും അതുപോലെ തന്നെ നിരവധിയായ സംവിധാനങ്ങളെല്ലാം തന്നെ ആ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഒരുക്കുകയും ചെയ്യും. ആ ലക്ഷ്യങ്ങളെല്ലാം നേടാനുള്ള നീക്കം തന്നെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ 3ാമത്തെ സ്റ്റേജിലാണ് സാങ്കേതികമായൊരു തകരാറുണ്ടായത്. ആ സാങ്കേതിക തകരാറ് തന്നെയാണ് വിക്ഷേപണത്തിനെ പരാജയത്തിലേക്ക് നയിച്ചതും. എന്നാൽ ആ പരാജയത്തിൻ്റെ കാരണം കൃത്യമായി കണ്ടെത്തിയതിന് ശേഷം അത് അപഗ്രഥിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, അതായത് പരാജയമുണ്ടായിരിക്കുന്നത് 3ാം ഘട്ടത്തിൻ്റെ മോട്ടോർ പ്രവർത്തിക്കുന്നത് അവസാന ഘട്ടത്തിൽ നിശ്ചലമായി, അല്ലെങ്കിൽ അതിന് സാങ്കേതികമായ തികവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഈ പരാജയത്തിന് കാരണമായി നിരീക്ഷിക്കപ്പെടുന്നത്. അത് എന്തുകൊണ്ടുണ്ടായി, അത് ഏത് രീതിയിലുള്ള സാങ്കേതിക തികവില്ലായ്മയാണ് ആ ഒരു പരാജയത്തിലേക്ക് നയിച്ചത്? അതായത് എഞ്ചിൻ്റെ തകരാറുകളാണോ, അല്ലെങ്കിൽ മറ്റു ഇന്ധനക്ഷമതയുടെ എന്തെങ്കിലും തകരാറുകളാണോ, അല്ലെങ്കിൽ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറുകളോ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നൽകുന്ന കമാൻഡുകളിലെ തകരാറുകളാണോ, ടെലിമെട്രിയിലുണ്ടായ പ്രശ്നമാണോ എന്നെല്ലാം തന്നെ കൃത്യമായി അപഗ്രഥിക്കേണ്ടതുണ്ട്. ആ അപഗ്രഥനത്തിന് ശേഷം കൃത്യമായൊരു നിരീക്ഷണത്തിലേക്ക് എത്താൻ സാധിക്കുകയും ഈ പരാജയം സംബന്ധിച്ച് കൃത്യമായൊരു നിഗമനത്തിലെത്താൻ സാധിക്കുകയും ആ നിഗമനം ഉൾക്കൊണ്ടുകൊണ്ട് തുടർ പരീക്ഷണങ്ങൾ തുടർച്ചയായി നടത്തുന്നതിനും അടുത്ത വിക്ഷേപണം വിജയകരമാക്കുന്നതിനും സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ISRO അനൗദ്യോഗികമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി ഐസൻ. PSLV C-61 വിക്ഷേപണത്തിന് അപ്രതീക്ഷിത തിരിച്ചടി, ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിക്കാനായില്ല. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരതയ്ക്കെതിരായ ഭാരത നിലപാട് ലോകത്തെ അറിയിക്കാനുള്ള MP-മാരുടെ വിദേശ പര്യടന വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി ശശി തരൂർ. കോൺഗ്രസ് വിമർശനത്തെയും താക്കീതിനെയും തള്ളിയുള്ള തരൂർ നിലപാട് ഹൈക്കമാൻഡിനെയും വെല്ലുവിളിക്കുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറമാണ് രാഷ്ട്രം എന്ന തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ കൂടിയാണ് ചർച്ചയാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നമുക്കറിയാം ശശി തരൂർ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സ്വീകരിച്ച നിലപാട്, പലപ്പോഴും ശശി തരൂർ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി, വികസന നേട്ടങ്ങൾക്ക് അനുകൂലമായി പലപ്പോഴും പ്രസ്താവനകൾ നടത്താറുണ്ട്. അതിനെയൊക്കെ കോൺഗ്രസ് താക്കീത് ചെയ്യുമ്പോഴെല്ലാം പറയുന്നത് രാഷ്ട്രമാണ് രാഷ്ട്രീയത്തിനേക്കാൾ വലുത്, കാണുന്ന നേട്ടങ്ങൾ പറഞ്ഞേ മതിയാകുകയുള്ളൂ എന്നാണ്. എന്തായാലും ശശി തരൂരിൻ്റെ ഈ നിലപാട് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉടലെടുത്തിരിക്കുന്നത്? രോഹിണി അത്തരത്തിൽ തന്നെയാണ്. കാരണം പല ഘട്ടങ്ങളിലും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെയും അടക്കം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പുകഴ്ത്തി കാണിക്കുകയും ഒക്കെ തന്നെ ശശി തരൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷമാണെങ്കിൽ കൂടി രാജ്യം സ്വീകരിച്ചിട്ടുള്ള ഭീകരതയ്ക്കെതിരായിട്ടുള്ള നിലപാടിൽ ശശി തരൂർ വലിയ രീതിയിലുള്ള അഭിപ്രായം പറയുകയും ചെയ്ത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ശശി തരൂർ പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി നിലപാടുകൾക്ക് അനുകൂലമല്ല എന്നുള്ള വിമർശനമൊക്കെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം അത് താക്കീതായി ശശി തരൂരിന് അരികിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളടക്കം, പ്രത്യേകിച്ച് UK, US അടക്കമുള്ള രാജ്യങ്ങളിലെത്തി ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഭാരതത്തിന്റെ നിലപാട് അറിയിക്കാനും ഒപ്പം തന്നെ പാകിസ്ഥാനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള പര്യടന സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. കോൺഗ്രസ് നൽകിയിട്ടുള്ള പട്ടികയ്ക്ക് അപ്പുറം ഒരു നടപടി പ്രധാനമന്ത്രി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ നേരിട്ടാണ് തന്നെ ഈ വിവരം അറിയിച്ചത് എന്ന് ശശി തരൂർ ആവർത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി കോൺഗ്രസിനിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളെ പുകഴ്ത്തി കാണിക്കുമ്പോൾ അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെയാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അടക്കമുള്ള കാര്യങ്ങളെ തിരിച്ചടിച്ചുകൊണ്ട് ഇന്നലെ തലസ്ഥാന ജില്ലയിൽ ശശി തരൂർ പ്രതികരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസിന് തക്കതായ രീതിയിലുള്ളൊരു മറുപടി തന്നെയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ തന്നെയാണ്
തന്നെയാണ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ താൻ കൃത്യമായി ചെയ്യും, പാർട്ടിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ പോരായ്മകളും തൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണ് എന്ന് പാർട്ടിക്ക് അറിയാമോ അറിയില്ലയോ എന്ന് തനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസിനുള്ള മറുപടിയായി തന്നെ ശശി തരൂർ ചില പ്രസ്താവനകൾ തലസ്ഥാനത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. പര്യടനത്തിന്റെ വിശദ വിവരങ്ങളൊക്കെ തന്നെ അതിനുശേഷമായിരിക്കും നമുക്കറിയാൻ സാധിക്കുക. എന്തായാലും കോൺഗ്രസിന്റെയും ഹൈക്കമാൻഡിന്റെയും നിലപാടുകൾ പല ഘട്ടങ്ങളിലും തള്ളിയിട്ടുള്ള ശശി തരൂരിന്റെ പുതിയ പ്രസ്താവനകൾ അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഈ ഘട്ടത്തിലും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾ നൽകിയ പട്ടികയിൽ നിന്നല്ല കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ശശി തരൂരിനെ സ്വീകരിച്ചത് എന്ന് പറയുമ്പോഴും കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള വിദേശ രാജ്യങ്ങളിലടക്കം ശശി തരൂർ പോയി അദ്ദേഹത്തിന്റെ പരിജ്ഞാനം അടക്കം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവാദിത്തം ശശി തരൂരിനെ ഏൽപ്പിക്കുന്നത്. അതിലടക്കം വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായം കോൺഗ്രസിനുള്ളിലുണ്ട്. അത് ഏത് തരത്തിൽ ഇനി പുറത്തേക്ക് വരുമെന്നുള്ളത് വരും മണിക്കൂറിൽ തന്നെ കണ്ടറിയണം. രോഹിണി. ശരി ശാലിനി, എന്തായാലും പ്രതിസന്ധിയിലായ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാട് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ നിന്ന് ശശി തരൂരിന്റെ പേര് ഒഴിവാക്കിയ സംഭവത്തിൽ ഇനി എങ്ങനെ മുഖം രക്ഷിക്കാം എന്നാണ് കോൺഗ്രസ് നോക്കുന്നത്. പാർട്ടി മുന്നോട്ട് വച്ച പേരുകൾ അംഗീകരിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇന്നലെ രാത്രി മീഡിയ വിഭാഗം തലവൻ ജയറാം രമേശ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വിമർശനം. അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഏറെ അനുഭവപരിചയമുള്ള ശശി തരൂരിന്റെ പേര് ഒഴിവാക്കിയതിൽ കോൺഗ്രസിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. പാക് ബന്ധമാരോപിക്കപ്പെട്ട ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയിരുന്നത്. അതിനിടെ വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നു. അതിന് മുൻപേ തന്നെ ശശി തരൂരിന്റെ നിലപാടിൽ കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലാകുന്നു. പക്ഷേ എങ്ങനെയൊക്കെ മുഖം രക്ഷിക്കാം എന്നുള്ള തത്രപ്പാടിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പുതിയ ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ കോൺഗ്രസ് നൽകിയ പേരുകൾ പരിഗണിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് നൽകിയവരെയൊക്കെ ഒഴിവാക്കിയത് എന്നുള്ളൊരു പുതിയ അടവ് നയമാണ് കോൺഗ്രസ് വച്ചു പുലർത്തുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ രാജ്യവിരുദ്ധത എന്ന പേര് കോൺഗ്രസിന് കിട്ടിയതിന് ശേഷം അവർ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാട് നടത്തുന്നത്? രോഹിണി, കോൺഗ്രസ് നൽകിയ പേരുകൾ അംഗീകരിച്ചില്ലെന്നും അതിൽ രാഷ്ട്രീയമുണ്ടെന്നുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ കോൺഗ്രസ് നൽകിയ പേരുകൾ പലതും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നതാണ് വസ്തുത. കാരണം ഇത് പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കേണ്ട വിഷയമാണ്. പാകിസ്ഥാൻ പോലെ ഒരു ഭീകരതയെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ എങ്ങനെയാണ് ഉപരോധം ഏർപ്പെടുത്തേണ്ടത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നതിനായാണ് ഈ ഡെലിഗേഷൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഗൗരവ് ഗൊഗോയ്, അതുപോലെ തന്നെ സയ്യിദ് നാസിർ ഹുസൈൻ തുടങ്ങിയ ആളുകളുടെ പേരുകൾ എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത് എന്നതാണ് BJP ഇപ്പോൾ മറുചോദ്യം ഉന്നയിക്കുന്നത്. കാരണം ഒന്ന്, ഗൗരവ് ഗൊഗോയ് നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ്. കോൺഗ്രസിൻ്റെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഭയിലെ ഉപനേതാവാണ്. പക്ഷേ ഗൗരവ് ഗൊഗോയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ പത്നിയുമായുള്ള പാകിസ്ഥാൻ ബന്ധം അതിപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ട് തന്നെ അതൊരു അന്വേഷണമായി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഗൗരവ് ഗൊഗോയ് അതിലൊരു കൃത്യമായ വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. BJP രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതിലുപരി തൻ്റെ പത്നിക്ക് പാകിസ്ഥാൻ ബന്ധമില്ലെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പാക് ചാരസംഘടന ISIയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നോ ഇതുവരെ ഗൗരവ് ഗൊഗോയോ ഗൊഗോയുടെ കുടുംബമോ ഒന്നും തന്നെ ഒരു വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായൊക്കെ അടുത്ത ബന്ധമുള്ള ഗൗരവ് ഗൊഗോയെ ഒരിക്കലും പാകിസ്ഥാനെതിരെ നമ്മൾ അയക്കുന്ന ഒരു ഡെലിഗേഷനിലേക്ക്, ഒരു സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അസാധാരണ ഒരു നടപടിയായി മാറും. അതിനാൽ അത് ഉൾപ്പെടുത്തത്തില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, സയ്യിദ് നസീർ ഹുസൈനുമായി ബന്ധപ്പെട്ടാണ്. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. ഇദ്ദേഹം രാജ്യസഭയിലേക്ക് വിജയിക്കുന്ന ഘട്ടത്തിലാണ് വിധാൻ സൗദയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ വിളിച്ചത്. അപ്പോൾ എന്താണ് നിലപാട് എന്നത് നമുക്ക് വ്യക്തമാണ്. അത്തരത്തിൽ വിവാദത്തിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരം ആളുകളെ എങ്ങനെയാണ് പാകിസ്ഥാനെതിരെയുള്ള ഒരു സർവകക്ഷി സംഘത്തിനകത്തേക്ക് ഉൾപ്പെടുത്തുക
ഉൾപ്പെടുത്തുക എന്ന ചോദ്യം കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നു. അതോടൊപ്പം ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും UN ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും പഹൽഗാമിന് ശേഷമുണ്ടായ സാമൂഹിക അന്തരീക്ഷത്തെ പറ്റിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനം ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് ശശി തരൂരിനെ ഒരു ഡെലിഗേഷൻ്റെ തലവനായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനെ എതിർത്ത കോൺഗ്രസ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ നിലവിൽ BJPയും കേന്ദ്ര സർക്കാരും രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായി ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം മാത്രമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കം. സംസ്ഥാന സർക്കാരിന്റെ വികസന പരിണാമത്തിന്റെ കണ്ണാടിയാണ് മേള എന്ന് മന്ത്രി വി ശിവൻകുട്ടി. മേള 23-ന് സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ 9ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വികസന നേട്ടങ്ങളുടെ ആഘോഷമായ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തലസ്ഥാനത്ത് തുടക്കമായത്. പിണറായി വിജയൻ സർക്കാരിന്റെ 9ാം വാർഷികത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള വിപണന മേളയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മെയ് മാസം 17 മുതൽ 23 വരെ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനതയ്ക്കുള്ള സമ്മാനം കൂടിയാണ്. കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാർ സമഗ്ര വികസന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും പരിവർത്തനം ചെയ്യുക മാത്രമല്ല ഓരോ കേരളീയന്റെയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്ത ഒരു യാത്രയാണ് ഇത്. ഭക്ഷ്യമേള, പുസ്തകമേള, കായിക രംഗത്തെ മികവിന്റെ പ്രദർശനങ്ങൾ, മിനി തിയേറ്റർ ഷോ, കാർഷിക പ്രദർശന വിപണനമേള, സ്കൂൾ മാർക്കറ്റ് തുടങ്ങിയവയാണ് മേളയുടെ പ്രധാന ആകർഷണങ്ങൾ. വൈകുന്നേരങ്ങളിൽ കലാസന്ധിയും മേളയുടെ ഭാഗമായി കനകക്കുന്നിൽ അരങ്ങേറും. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവങ്ങൾക്ക് ശമനമില്ല. കഴിഞ്ഞ മാസം മാത്രം 26 വീട്ടിലെ പ്രസവങ്ങൾ നടന്നു. മാർച്ചിൽ ഇത് 46 ആയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിലാണ് പ്രസവങ്ങളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ വീട്ടുപ്രസവങ്ങളിൽ 9 കുട്ടികളാണ് മരിച്ചത്. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഈ സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവങ്ങൾ കാണിക്കുന്നത്. ഇതിൽ പലർക്കും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഒരു പ്രത്യേക വിഭാഗമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിൽ ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വന്നതിന് പിന്നാലെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കാം അവർ ആസൂത്രണം ചെയ്യുന്നത്? രോഹിണി, കഴിഞ്ഞ മാസമാണ് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു മുസ്ലിം യുവതിയും കുഞ്ഞും മരണപ്പെട്ടത്. ഇതിനെ തുടർന്ന് വീട്ടിലെ പ്രസവങ്ങൾ തീവ്ര മുസ്ലിം സംഘടനകളാണ് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് ആരോഗ്യവകുപ്പ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മലപ്പുറത്താണ് ഏറ്റവും അധികം വീട്ടിലെ പ്രസവം നടക്കുന്നത് എന്നും ആരോഗ്യവകുപ്പ് സമ്മതിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞത് കൃത്യമായി ഇത്തരക്കാർക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. വീട്ടിൽ കയറി ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ടവർ ആർജവത്തോടെ പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞ ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തടയാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടിയും ശാശ്വതമായി പരിഹാരം കാണുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഏപ്രിൽ മാസം മാത്രം വീട്ടിൽ 26 പ്രസവമാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, മാർച്ചിൽ അത് 46 ആയിരുന്നു. ഒരു മരണം സംഭവിച്ചു. അത് വലിയ ചർച്ചയായി, വലിയ ജനം TV അടക്കം നമ്മളൊക്കെയാണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയപ്പോഴാണ്
ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നിട്ട് പോലും കൃത്യമായ ഒരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം 26 വീട്ടിലെ പ്രസവങ്ങൾ നടന്നത്. അതിൽ 20 പ്രസവം നടന്നിരിക്കുന്നത് മലപ്പുറത്താണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഇത് ആരും പറഞ്ഞ കണക്കല്ല. ഈ ആരോഗ്യ വകുപ്പിന്റെ അവലോകന യോഗത്തിൽ പുറത്തുവിട്ട കണക്കുകളാണ് ഇത്. അത്തരത്തിൽ ആരോഗ്യ വകുപ്പ് തന്നെ ഈ കാര്യം ഇത്തരത്തിൽ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്ന് ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ പോലും ഇത് തുടർക്കഥയാകുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട മറ്റൊരു കാര്യം, തീവ്ര മുസ്ലിം സംഘടനകളാണ് ഇതിന് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നത് എന്നതാണ്. ഒരു അക്കുഷ് എന്ന് പറയുന്ന സംഘടന വീട്ടിലെ പ്രസവിച്ച മുസ്ലിം സ്ത്രീകൾക്ക് 15ഓളം വരുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള 15ഓളം മുസ്ലിം യുവതികളെ വിളിച്ചു വരുത്തി അവർക്ക് ഈ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവാർഡ് വിതരണം ചെയ്യുന്ന അക്കുഷ് എന്ന സംഘടന ഈ വാർത്ത ആദ്യം പുറം ലോകത്തേക്ക് എത്തിച്ചത് ജനൻ TV ആയിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഇത് വലിയ ചർച്ചയായി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നതാണ്. പക്ഷെ അപ്പോഴും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഈ സമയം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് നിരന്തരം പുറത്തു വരുന്ന ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വീട്ടിൽ പ്രസവിച്ച് മരണമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ 2023-24 ആ കാലയളവിൽ 523 വീട്ടിലെ പ്രസവമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 എന്ന് ഈ സംസ്ഥാന സർക്കാർ അടക്കം എല്ലാ വേദിയിലും എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴാണ് എല്ലാവരെയും ലജ്ജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം തുടർക്കഥയാകുന്നത്. തീവ്ര മുസ്ലിം സംഘടനകൾ ഇതിന് പിന്തുണയും പ്രോത്സാഹനവും ഫണ്ടും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വീട്ടിലെ ശരീഅത്തനുസരിച്ചുള്ള പ്രസവം അതാണ് വേണ്ടത്, അതാണ് നടക്കേണ്ടത് എന്നൊരു ബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ആ രീതിയിലുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച നടത്താനോ ആ രീതിയിൽ ഇതിലേക്ക് ഇടപെടാനോ ആരോഗ്യ വകുപ്പോ സർക്കാരോ തന്നെ ശ്രമിക്കുന്നില്ല. കാരണം അത് എടുത്തു പറയേണ്ട ഒരു കാരണം, ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ്. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ തീവ്ര മുസ്ലിം സംഘടനകളാണ്. അത് പരസ്യമായ രഹസ്യം കൂടിയാണ്. പക്ഷെ അപ്പോൾ പോലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പോലും 26 വീട്ടിലെ പ്രസവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വീട്ടിൽ പ്രസവിക്കുന്ന സാഹചര്യം ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ജീവനും പോലും ഭീഷണിയാകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. തീവ്ര മുസ്ലിം സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത്. അത് ഒരു അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘം ഇവിടെ കേരളത്തിൽ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറത്താണ് ഏറ്റവും അധികം വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എന്നതാണ് വസ്തുത. രോഹിണി. അതെ അനഘ, എന്തായാലും അങ്ങേയറ്റം ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. ഇപ്പോഴും ആരോഗ്യ വകുപ്പിന് ഇതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വീട്ടിലെ പ്രസവങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ തുടരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നതിൽ ജില്ലാ കളക്ടറും മത്സ്യത്തൊഴിലാളികളും തമ്മിലുള്ള ചർച്ച ഇന്ന്. അഴിമുഖം അടച്ചിട്ട് മുതലപ്പുഴയ്ക്ക് സമീപത്തെ അഴിമുഖങ്ങൾ മത്സ്യബന്ധനത്തിനായി തിരഞ്ഞെടുക്കണം എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരസമിതിയെ അറിയിച്ചു. അതേസമയം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ മറ്റ് സമരമാർഗങ്ങളിലേക്ക് കടക്കും. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ മുതലപ്പുഴയിൽ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം തുടരുകയാണല്ലോ. എന്തായാലും ഇപ്പോൾ നിലവിൽ എന്ത് പരിഹാര മാർഗങ്ങളാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നത്? അതുമായി സഹകരിച്ചു പോകാൻ മത്സ്യത്തൊഴിലാളികൾ തീരുമാനം എപ്പോഴായിരിക്കും അറിയിക്കുക? അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അവർ സമരമാർഗങ്ങളിലേക്ക് കടക്കും എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ടല്ലോ. എന്തായാലും ഇതിലൊരു പരിഹാരം എങ്ങനെയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്? രോഹിണി, ഈ മുതലപ്പുഴയിലെ അഴിമുഖം മണൽ കയറി അടയുന്ന വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനൻ TV ആണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് നമ്മൾ തന്നെയാണ്. പിന്നാലെയാണ് അത് വലിയ പ്രശ്നമായി മാറുന്നതും മത്സ്യത്തൊഴിലാളികൾ വളരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായത്. സ്വാഭാവികമായിട്ടും തങ്ങളുടേതായിട്ടുള്ള ജീവനോപാധി അത് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവർ സമരത്തിലേക്ക് തിരിഞ്ഞതെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സമരത്തിൻ്റെ രീതിയൊക്കെ മാറുന്നത് കണ്ടിരുന്നു. കുറച്ചുകൂടി വൈകാരികമായ പ്രതിഷേധം
വിപരീതമായി അത് കുറച്ചുകൂടി ശക്തമായ രീതിയിലേക്ക് മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറേയും മത്സ്യത്തൊഴിലാളികളുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴും ഈ അഴിമുഖം തുറക്കുന്ന കാര്യത്തിൽ ഉടനെ എങ്ങും ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ, അതായത് അഴിമുഖത്തിൻ്റെ ഡ്രഡ്ജിംഗ് നടപടികൾ ഉടനെയൊന്നും പൂർത്തിയാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമടക്കം ഉടൻ പുഴി അടച്ചിടുന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പുഴി അടച്ചിടാതെ നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാടെന്നുള്ളത്. 24 മണിക്കൂറും ഡ്രഡ്ജർ മിഷൻ പ്രവർത്തിക്കാൻ കഴിയില്ല. ഡ്രഡ്ജിംഗ് മിഷൻ എങ്ങനെയാണോ അത് കൃത്യമായൊരു ടൈം ഫ്രെയിം പാലിച്ചുകൊണ്ട് ഇപ്പോൾ 12 മണിക്കൂറെങ്കിൽ 12 മണിക്കൂർ അതിനുള്ളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിനുശേഷം ഡ്രഡ്ജിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമേ കാര്യങ്ങൾ പോകുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെ 24 മണിക്കൂറും മിഷൻ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് പറയുമ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ നിലവിൽ പറയുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സമീപത്തുള്ള അഴിമുഖങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് അവർക്ക് ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന മറ്റൊരു നിർദ്ദേശം എന്നുള്ളത്. അത് മത്സ്യത്തൊഴിലാളികൾ എത്രത്തോളം അത് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളത് വേറൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഒരു പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു പ്രദേശത്ത് പോയി അവിടെ നിന്നും വെള്ളമിറക്കി മത്സ്യബന്ധനം നടത്തുക എന്ന് പറയുന്നത് തന്നെ അത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് തർക്കമില്ലാത്തതാണ്. അപ്പോൾ അത്തരമൊരു നിർദ്ദേശം പ്രായോഗികമാണോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. മറ്റഴിമുഖങ്ങൾ മത്സ്യബന്ധനത്തിനായി തിരഞ്ഞെടുക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരസമിതിയെ അറിയിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. എന്തായാലും ഇനി ചർച്ചയോടെ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനമാകുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഡ്രഡ്ജിംഗ് നടക്കാനുള്ള നടപടികൾ പുനരാരംഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അധികൃതർ നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. കേരള തീരത്ത് വലിയ തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിൽ വേണം ഈ ഡ്രഡ്ജിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ എന്നുള്ളത് മറ്റൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്കുമൊക്കെ നടത്തിയ പ്രതിഷേധങ്ങൾ അതിനെ ശക്തമായി നേരിടാനുള്ളൊരു തീരുമാനത്തിലേക്കാണോ അധികൃതർ പോകുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നു. എന്തായാലും ഈ ചർച്ച കഴിയുന്ന സാഹചര്യത്തിൽ ഈ സാങ്കേതികമായ വിഷയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരുപക്ഷേ ഈ ചർച്ചയിൽ മനസ്സിപ്പിരിക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കാര്യങ്ങൾ പോകുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുതലപ്പുഴി അഴിമുഖം ഇതുവരെ കണ്ടൊരു സമരത്തിനെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ ആദ്യഘട്ടം മുതൽ ഈ ഡ്രഡ്ജിംഗ് നടപടികളിലെ വീഴ്ചകൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. ആദ്യഘട്ടത്തിൽ ഈ മണലടിയുന്ന സമയത്ത് തന്നെ ഇതിലൊരു നിരീക്ഷണം ഏർപ്പെടുത്തുകയും കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത്തരമൊരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ അത് അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച വന്നിരിക്കുന്നു. ഒടുവിൽ ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ സമരത്തിൻ്റെ ഒരു രൂപം മാറ്റി തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഗോശാലയിൽ വെങ്കടേശ്വര സുപ്രഭാതം വെച്ചതിൽ അരിശം പൂണ്ട് പശുക്കളെ ക്രൂരമായി പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ചാണ് പശുക്കളെ പൊള്ളലേൽപ്പിച്ചത്. കേസിൽ കോഴിക്കോട് കക്കൂർ പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി ഗോ സംരക്ഷണ സംഘടനകൾ രംഗത്തെത്തി. ചൊവ്വാഴ്ച പശുക്കളുമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, വളരെ ക്രൂരമായ ഒരു നീക്കമായിരുന്നു ഇത്തരത്തിലെ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പശുക്കളുടെ ജനനേന്ദ്രിയത്തിലടക്കം പൊള്ളലേറ്റ് അവ വലിയ അവശനിലയിലേക്കാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നിലുണ്ടായ വികാരം എന്ന് പറയുന്നത് ഗോശാലയിൽ വെങ്കടേശ്വര സുപ്രഭാതം വെച്ചതാണ് എന്ന് അതിൻ്റെ നടത്തിപ്പുകാരൻ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഇങ്ങനെ അതിനുശേഷം തുടരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി, ഈ മെയ് 4-ാം തീയതിയായിരുന്നു ഈ കോഴിക്കോട് ചേളന്നൂർ സ്വദേശിയായിട്ടുള്ള ഡാനിഷ് മജീദിന്റെ വീട്ടിലുള്ള ഫാമിലേക്ക് ഒരു സംഘം ആളുകൾ എത്തുകയും ഈ ഫാമിലുണ്ടായിരുന്ന പശുക്കൾക്ക് നേരെ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് അവരെ പൊള്ളിക്കുകയും ചെയ്തിരുന്നു. ഗർഭിണിയായ പശു ഉണ്ടായിരുന്നു. ഈ പശുക്കളുടെ ജനനേന്ദ്രിയത്തിൽ അടക്കം പൊള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗർഭിണിയായ പശുവിനെ പോലും വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഫാമിലുണ്ടായിരുന്ന പശുക്കൾക്കൊക്കെ തന്നെ പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഫാമിൽ കൃത്യമായി തന്നെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ അടക്കം ഈ മജീദ് ഇപ്പോ കക്കൂർ പോലീസിൽ ഏൽപ്പിക്കുകയും കൃത്യമായി ഈ തന്റെ ഫാമിലേക്ക് അതിക്രമിച്ചു കയറിയത് ആരാണ്, അതായത് പേര് സഹിതം ഈ പ്രദേശത്ത് തന്നെയുള്ള അജ്മൽ, ജുനൈസ്, ഷമീർ എന്നിവർ ചേർന്നാണ് തന്റെ ഫാമിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മജീദ് പോലീസിൽ കൃത്യമായി തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും
കക്കൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഈ ഡാനിഷ് പറയുന്നത് കൃത്യമായി തന്നെ ഈ ഫാമിൽ എല്ലാ ദിവസവും ഈ വെങ്കടേശ്വര സുപ്രഭാതം പശുക്കൾക്കായി വെക്കുമായിരുന്നു. ഇതിൽ അരിശം പൂണ്ട് അത് അങ്ങനെ വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഡാനിഷിനെ ഇവർ സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് ചെവിക്കൊള്ളാതെ എല്ലാ ദിവസവും ഡാനിഷ് പശുക്കൾക്കായി ഈ വെങ്കടേശ്വര സുപ്രഭാതം എല്ലാ ദിവസവും കേൾപ്പിക്കുമായിരുന്നു. ഇതിൽ അരിശം പൂണ്ട് ആ ഒരൊറ്റ കാരണം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പശുക്കളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ സാമൂഹിക വിരുദ്ധർ എത്തിയിരിക്കുന്നത്. ഇവരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കക്കൂർ പോലീസിൽ കൃത്യമായി പരാതിയും CCTV ദൃശ്യങ്ങളടക്കം ഈ മജീദ് നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഇന്ന് വരെ കക്കൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഡാനിഷ് മജീദ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഗോ സംരക്ഷകരുടെ നേതൃത്വത്തിൽ ഇനിയും ഈ പ്രതികളായിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യം മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പശുക്കളുമായി മാർച്ച് നടത്താനാണ് ഈ ഗോ സംരക്ഷണ സമിതിയുടെ ഒക്കെ തന്നെ നീക്കം. എന്തായാലും ഇത്ര ദിവസം കഴിയുന്നു, ഒരു മിണ്ടാപ്രാണിയോടാണ്, അതും വെങ്കടേശ്വര സുപ്രഭാതം വെച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഈ പശുക്കളെ പൊള്ളലേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിലാണ് പോലീസ് നടപടിയെടുക്കാൻ ഇത്ര ദിവസമായിട്ടും ഒരു നടപടിയും എടുക്കാത്തത്. രോഹിണി, അതെ, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ ബാർ അസോസിയേഷനിൽ ഭിന്നത. ബെയിലിൻ ദാസിനെ പിന്തുണച്ച് ഒരു വിഭാഗം അഭിഭാഷകർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരയ്ക്ക് എതിരായി നടത്തുന്ന അപവാദ പ്രചാരണങ്ങളിലുമാണ് ഒരു വിഭാഗത്തിന് എതിർപ്പ്. പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന പരാതിക്കാരിയുടെ പരാമർശവും ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണമായി എന്നാണ് ആക്ഷേപം. ശാലിനി ചേരുന്നു. ശാലിനി, തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു വിഭാഗം അമിതമായി അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ശ്രമിക്കുന്നതും ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ഇരയ്ക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉടലെടുത്തിരിക്കുന്നത്? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ബെയിലിൻ ദാസിന് കോടതിയിലടക്കം കൊണ്ടുവരുന്നത്, ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലടക്കം കൊണ്ടുവരുന്നത്. ഇതിനു മുൻപ് തന്നെയാണ് ബാർ അസോസിയേഷൻ ഗ്രൂപ്പുകളിൽ ഒരു ഭിന്നത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. വേട്ടക്കാരനൊപ്പം നിൽക്കുക, ഇരയെ അപമാനിക്കുക എന്നൊരു രീതിയാണ് ഈ ഗ്രൂപ്പിലുള്ളവർ, വാട്സപ്പ് ഗ്രൂപ്പിൽ അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പെൺകുട്ടി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇര കൂടിയായിട്ടുള്ള അഭിഭാഷക രംഗത്തെത്തുകയും ബാർ അസോസിയേഷനിലെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ അപമാനിക്കുക, ഒപ്പം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, കൂടാതെ തന്നെ ബെയിലിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുക എന്നൊരു കാര്യമാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ബെയിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും എല്ലാ രീതിയിലുമുള്ള പിന്തുണ ബാർ അസോസിയേഷനിൽ ഒരു വിഭാഗം ബെയിലിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബെയിലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും വാഹനത്തിൽ കയറ്റുമ്പോഴടക്കം ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ അടക്കമുള്ള ബാർ അസോസിയേഷന്റെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടന, ഇടത് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ അവിടെ എത്തുകയും അഭിഭാഷകർ കെട്ടിപ്പിടിച്ച് അവരുടെ ചില രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെയാണ് കണ്ണീര് തുടയ്ക്കുക, ഒപ്പം തന്നെ അത്തരത്തിൽ വൈകാരികമായ പ്രകടനങ്ങൾ അവിടെ ഈ ഒരു വിഭാഗം അഭിഭാഷകർ നടത്തുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെയാണ് 300-ലധികം പേരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, ബാർ അസോസിയേഷനിലെ എല്ലാ വിഭാഗം ആളുകളുമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടിയെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുക. ആ അപവാദത്തിനെതിരെ പിന്നീട് ഇര തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് തിങ്കളാഴ്ചയോടുകൂടി ജാമ്യ ഹർജിയിൽ കൃത്യമായ നടപടി കോടതി സ്വീകരിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും ആ ജാമ്യാപേക്ഷ പരിഗണിച്ചതിൽ വിധി പറയാൻ പോവുകയാണ്. എന്തായാലും ആ സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഇനിയും ആ ബാർ അസോസിയേഷനിലെ മറ്റംഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ചേരിതിരിഞ്ഞ് രണ്ട് വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് ഇരയെയും വേട്ടക്കാരനെയും രണ്ട് രീതിയിൽ കണ്ടുകൊണ്ട് ഇരയ്ക്കൊപ്പം പൂർണ്ണമായും നിൽക്കാതെ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടും നടപടികളുമാണ് ബാർ അസോസിയേഷനിലെ ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇര രംഗത്തെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ബാർ അസോസിയേഷന്റെ നേതൃത്വം അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ബാർ അസോസിയേഷന്റെ സെക്രട്ടറി അടക്കമുള്ളവർ ഈ പ്രതി
വിധിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം വഞ്ചൂർ പോലീസ് അവിടെ എത്തുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോഴും ബെയിലിന് പൂർണ്ണമായിട്ടുമുള്ള സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ ബെയിലിന് സംരക്ഷണവും ഒരുക്കിയത് ഈ ബാർ അസോസിയേഷനിലെ ഒരു വിഭാഗം ആളുകളാണ്. ആ സംരക്ഷണ കവചം ഇപ്പോഴും ബെയിലിനുണ്ട്. ഒപ്പം തന്നെ ഒരു വിഭാഗം ആളുകൾ ഇരയ്ക്കൊപ്പവും നിൽക്കുകയാണ്. രോഹിണി. ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിലെ കർഷകരെ സഹായിക്കുന്നതിലേക്കുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്ന ആരോപണവുമായി കർഷകരുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ആരോപണവുമായി കർഷകർ രംഗത്തെത്തുന്നത്. കർഷകർ നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നവകേരള സദസ്സ് വെറും പ്രഹസനമാകുന്ന കാഴ്ച തന്നെയാണ് തുടക്കം മുതലേ കാണാൻ സാധിച്ചത്. പല പരാതികളും സ്വീകരിക്കുകയും അവയ്ക്കൊന്നും തുടർ നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത ആദ്യ കാലം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ സ്വീകരിച്ചു പോരുന്നൊരു നയം തന്നെയായിരുന്നു. PR വർക്ക് മാത്രമായി നവകേരള ഒതുങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണോ? കർഷകർ നൽകിയ പരാതി ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വേൾഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കർഷകരെ സഹായിക്കുന്നതിലുള്ള നടപടികളിൽ സർക്കാർ ഇതുവരെ ഒരു നീക്കം പോലും നടത്തിയിട്ടില്ല എന്നുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതുമായി സംബന്ധിച്ച ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒരുപാട് തവണ സർക്കാരിൻ്റെ മുൻപിൽ അവിടുത്തെ വ്യാപാരികളൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിതരണം നടത്തുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സൗകര്യക്കുറവ്, ഇതെല്ലാം കൃത്യമായി പല വട്ടങ്ങളിൽ വാർത്തയും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നവകേരള സദസ്സ് നടക്കുമ്പോൾ അവിടുത്തെ വ്യാപാരികൾ അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ അത് സർക്കാരിൻ്റെ മുൻപിൽ ഒരു പരാതിയായി അവതരിപ്പിക്കുന്നു. നവകേരള സദസ്സ് പോലെ സർക്കാർ ഇത്രയധികം കുട്ടിഘോഷിച്ച് നടത്തുന്ന ഒരു പരിപാടി വരുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത്. സർക്കാരിലും വലിയ പ്രതീക്ഷയൊക്കെ അർപ്പിച്ചിരുന്നു. പക്ഷേ എന്തായിരുന്നു നവകേരള സദസ്സ് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലത്തെ വാർത്തകളിൽ നിന്ന് വ്യക്തമായത് ഒരു പ്രഹസനമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ പ്രഹസനത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ ആവശ്യവും ഇല്ലാതെയായി തീരുന്ന ഒരു അവസ്ഥയാണ് നെടുമങ്ങാട്ടെ ഇപ്പോഴത്തെ ഈ പറയുന്ന വേൾഡ് മാർക്കറ്റിലെ വ്യാപാരികളൊക്കെ നേരിടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമാണ് ഈ വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. അവിടുത്തെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവിടുത്തെ സ്ഥലം MLAയും മന്ത്രിയുമായിട്ടുള്ള ആളുകൾക്ക് പോലും കൃത്യമായി അറിയില്ല എന്ന് പറയുമ്പോൾ നവകേരള സദസ്സിലും ഈ പരാതികളൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നവകേരള സദസ്സിൽ മന്ത്രിമാർ ഈ പരാതികൾ കേട്ടിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലൂടെ കൂടിയാണ് നമ്മൾ എത്തുന്നത്. ഇത് വെറുതെ കുറച്ച് ആളുകളുടെ പരാതികൾ വാങ്ങിച്ചു വെക്കുന്നു, അതിൽ ചിലതൊക്കെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശവാസികളുടെ മുഴുവൻ ആവശ്യമായി തീർന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യാപാര മേഖലയുടെ മുഴുവൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ മന്ത്രി അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളത് കൃത്യമായി പറയുമ്പോൾ നവകേരള സദസ്സിൽ കൊണ്ടുവന്ന പരാതികളോട് ഏത് രീതിയിലുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നെടുമങ്ങാട്ടെ വേൾഡ് മാർക്കറ്റിലെ വ്യാപാരികളുടെ പ്രശ്നം മാറുകയാണ് എന്നുള്ളതാണ്. മന്ത്രി നമ്മളോട് സംസാരിച്ചിരുന്നു. മന്ത്രിയുമായി കാര്യങ്ങൾ കൃത്യമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് മന്ത്രി ഇത്തരം ഒരു പ്രശ്നം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നവകേരള സദസ്സിൽ ഇവരുടെ പരാതികൾ വാങ്ങിച്ചു വെക്കുകയും അത് പരിഹരിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തുകയും സർക്കാർ ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. വീണ്ടും മേഖലാതല അവലോകന യോഗങ്ങളും അദാലത്തുകളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ പോലും ഈ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല. അല്ലെങ്കിൽ ആ പ്രദേശത്തെ MLAയും ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമായിരിക്കുന്ന GRLന് കൃത്യമായി ഈ പ്രശ്നങ്ങൾ അറിയില്ല എന്നുള്ള പ്രതിസന്ധി കൂടി അല്ലെങ്കിൽ ഒരു വിഷയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും നവകേരള സദസ്സ് എന്തായിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാവുകയാണ് നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഈ വ്യാപാരികളുടെ അവസ്ഥ എന്നുള്ളത്. അത് കൃത്യമായി മന്ത്രി പോലും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്നവർക്ക് പോലും അറിയില്ല നവകേരള സദസ്സിൽ വന്നിട്ടുള്ള പരാതികൾ എന്തൊക്കെയാണ്, അവിടെ പൊതുജനങ്ങൾ സാധാരണക്കാർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് മന്ത്രിക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നവകേരള സദസ്സ് എന്തുമാത്രം വലിയൊരു പ്രഹസന ചടങ്ങായിരുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയാണ്. രോഹിണി. സംഗീത സഭകളിൽ ഇന്ന് പരിചിതമായ ഗായത്രി തമ്പുരു രൂപം കൊണ്ടിട്ട് 30 വർഷം. സംഗീതജ്ഞനായ കോട്ടയം സ്വദേശി കുമ്മനം ശശികുമാറാണ് പരമ്പരാഗത തമ്പുരുവിൽ നിന്ന് വ്യത്യസ്തമായ ഗായത്രി തമ്പുരു സൃഷ്ടിച്ചത്. ഇന്ന് വിദേശത്തേക്ക് പോലും ഗായത്രി തമ്പുരു നിർമ്മിച്ചയക്കുന്നുണ്ട്. സദ
ഇത് ഗായത്രി തമ്പുരു. ഈ ഗായത്രി തമ്പുരുവിൽ നിന്ന് പൊഴിയുന്ന ശ്രുതി മധുരത്തിന് പക്ഷേ ഒരു ആക്ഷേപത്തിന്റെ കഥ പറയാനുണ്ട്. എന്നാൽ അതൊരു പിറവിയുടെ കൂടി കഥയാണ്. ഗായത്രി തമ്പുരു എന്ന ഈ ഉപകരണം ഉണ്ടായതിനു പിന്നിലെ കഥ. വർഷങ്ങൾക്ക് മുമ്പ് നെത്തല്ലൂർ ക്ഷേത്രത്തിൽ ഒരു സംഗീത കച്ചേരി അവതരിപ്പിക്കുവാൻ വേണ്ടി പോയി. ഇന്നത്തെ സാഹചര്യമല്ലല്ലോ അന്നുണ്ടായിരുന്നത്. അപ്പം KSRTC ബസ്സിൽ കയറിയപ്പോൾ വളരെ തിരക്കുള്ള ബസ്സിൽ നിന്നും കണ്ടക്ടർ ഇങ്ങനെ വലിയൊരു ഇൻസ്ട്രുമെൻ്റ് കയറ്റിയപ്പോൾ കണ്ടക്ടർ ഇറക്കി വിട്ടു. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് പുതിയതായി കൊണ്ടു നടക്കാൻ സൗകര്യപ്രദമായ, എന്നാൽ എല്ലാം ശാസ്ത്രപ്രകാരം എല്ലാം കൃത്യമായി കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് രൂപകൽപ്പന ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഗായത്രി തമ്പുരു രൂപകൽപ്പന ചെയ്യാനിടയായത്. പരമ്പരാഗത തമ്പുരുവിന് 6 അടിയാണ് നീളം. പ്ലാവിൻ തടിയിൽ ശശികുമാർ രൂപം കൊടുത്ത പുതിയ തമ്പുരുവിന് 3 അടി മാത്രം. ഭാരം 1/2 കിലോയും. അത്രയും വാത്സല്യത്തോടെ നിർമ്മിച്ചതുകൊണ്ട് പുതിയ തമ്പുരുവിന് മകളുടെ തന്നെ പേരായ ഗായത്രി എന്നും പേരിട്ടു. ആദ്യകാലത്ത് ചെറിയ എതിർപ്പുകൾ നേരിട്ടിരുന്നുവെങ്കിലും പ്രഗത്ഭരായ സംഗീതജ്ഞർ സ്വീകരിച്ചതോടെ ഗായത്രി തമ്പുരു പ്രചാരമായി. ആദ്യകാലത്ത് ഇത് ഉണ്ടാക്കി ഇത് നമ്മളുടെ പല പരിപാടികളിലും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും ആദ്യം അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പുതിയതായിട്ടുണ്ടാകുന്ന ഒരു ആശയത്തെ പാരമ്പര്യമായി നിലനിന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ അത് അംഗീകരിക്കാൻ ആദ്യകാലത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രഗത്ഭരായ അനവധി പേർ ഈ ഗായത്രി തമ്പുരു ഉപയോഗിച്ച് പാടിയിട്ടുണ്ട്. ജയവിജയന്മാർ, അതുപോലെ തന്നെ പാലാ CK രാമേന്ദ്ര സാറ്, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, ഇങ്ങനെ ഒരുപാട് പേര് ഗായത്രി തമ്പുരുവിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും അവരുടെയൊക്കെ പരിപാടികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1-ാം സ്ഥാനത്തെത്തുന്നവർക്ക് ഒരു കാലത്ത് ഗായത്രി തമ്പുരു ശശികുമാർ സമ്മാനിച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മിക്കും ഗായത്രി തമ്പുരു അന്ന് സമ്മാനിക്കുകയും പിന്നീട് അതിൽ നിന്ന് പ്രചോദിതമായി ഗായത്രി വീണ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ശശികുമാർ പറയുന്നു. കലോത്സവ മാനുവൽ പരിഷ്കരിച്ചതോടെ സ്വകാര്യ വ്യക്തികളുടെ സമ്മാനങ്ങൾ നൽകാൻ പറ്റാതെയായി. ഇപ്പോഴും വിദേശത്തു നിന്നടക്കമുള്ള ആവശ്യക്കാർക്ക് ഗായത്രി തമ്പുരു കുമ്മനം ശശികുമാർ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ജനം, കോട്ടയം. മേഘാലയ അസം നിർദ്ദിഷ്ട ദേശീയപാതയ്ക്ക് അനുമതി നൽകിയതിലൂടെ മുഹമ്മദ് യൂനുസിന് ഭാരതത്തിന്റെ മറുപടി. ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരക്കുടുക്കിൽ തുടരുന്ന മേഖലയെന്ന് മുഹമ്മദ് യൂനുസ് പരാമർശിച്ചിരുന്നു. 167 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമറിലൂടെ മാരിടൈം ഇടനാഴി സാധ്യമാക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, സുപ്രധാനമായ ഒരു നീക്കമാവുകയിലെ മേഘാലയ അസം നിർദ്ദിഷ്ട പാതയ്ക്കുള്ള ദേശീയ അനുമതി നൽകുന്നതിലൂടെ. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശ് സർക്കാർ തുടരുന്ന സമീപനം നമുക്കറിയാവുന്നതാണ്. ചൈനയെ പ്രീണിപ്പിക്കുക, ഭാരതത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുക, വ്യാപാര ഇടനാഴി അടക്കമുള്ളവയെ വെല്ലുവിളിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇത് എത്രത്തോളം സുപ്രധാനമായ ഒരു നീക്കമാകും വരിക?
രോഹിണിയും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുസ്ഥിരമായ വികസനം, ഈ രണ്ട് വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ദേശീയപാതയുടെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിൽ നിന്നും അസാമിലെ സിൽച്ചർ വരെയുള്ള ഏതാണ്ട് 166 കിലോമീറ്റർ 4 വരി പാതയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 22,000 കോടി രൂപ മുടക്കിയാണ് ഇത്തരം ഒരു 4 വരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. 2030 ഏതാണ്ട് ഒരു 6 വർഷങ്ങൾക്ക് ശേഷം ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി അത് നാടിന് സമർപ്പിക്കും എന്നാണ് നിലവിൽ ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്ന് ചിക്കനക്കാണ്, പശ്ചിമ ബംഗാൾ വഴിയുള്ള. അതിലുപരിയായി മറ്റൊരു പെട്ടെന്നൊരു മിലിറ്ററി മൂവ്മെൻറ്റോ അതല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിന് റോഡുകളുടെ അപര്യാപ്തത, അതോടൊപ്പം തന്നെ മറ്റ് യാത്രകൾ, ട്രെയിൻ യാത്രകളാണല്ലോ, അതെല്ലാം ഒരുപാട് കാലതാമസം എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ ഒരു യാത്രകൾക്കും മികച്ച റോഡുകളൊന്നും മുൻകാല സർക്കാരുകൾ അത്തരം റോഡുകളുടെ നിർമ്മാണമോ അല്ലെങ്കിൽ റെയിൽ കണക്ടിവിറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് വലിയൊരു പ്രാധാന്യം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് നൽകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ വടക്ക് കിഴക്കൻ മേഖലയോട് പൊതുവെ മുൻ സർക്കാരുകൾക്കുണ്ടായിരുന്ന നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള സർക്കാരുകൾക്കൊരു പൊതുവെ ഒരു അവഗണന ഉണ്ടായിരുന്നു. കാരണം അതൊരു പോപ്പുലേഷൻ വളരെ കുറവുള്ള അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് എംപിമാരെ വളരെ കുറച്ചു മാത്രം സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ രാഷ്ട്രീയമായ ഒരു ഐത്തം ആ പ്രദേശത്തോട് നെഹ്റു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ, അതിൽ ഒരു വ്യത്യസ്തത നരേന്ദ്രമോദിക്ക് മുമ്പ് അത്തരം ഒരു അവഗണന കാട്ടാതിരുന്നത് ഒരുപക്ഷെ അടൽ ബിഹാരി വാജ്പേയി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരു പുതിയ മന്ത്രാലയം ഒക്കെ രൂപീകരിക്കുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ആ സർക്കാർ നമുക്കറിയാം അതൊരു പൂർണ്ണമായ BJP സർക്കാർ ആയിരുന്നില്ല. അതിനകത്ത് NDAയുടെ പല സഖ്യകക്ഷികളുണ്ടായിരുന്നു. പല നിലപാടുകൾ കേട്ടുകൊണ്ടൊക്കെയാണ് ആ സർക്കാർ മുന്നോട്ട് പോകേണ്ടി വന്നത്. പക്ഷേ 2014 മുതൽ അങ്ങനെയല്ല. നോർത്ത് ഈസ്റ്റിനും കൃത്യമായ പരിഗണന, അതായത് ഭാരതത്തിൻ്റെ മറ്റ് ഭൂപ്രദേശങ്ങൾ, അത് വടക്ക് തെക്കേ ഭാരതമാണെങ്കിലും ദക്ഷിണ ഭാരതമാണെങ്കിലും അതല്ലെങ്കിൽ തന്നെ നോർത്ത് ഇന്ത്യ ആണെങ്കിലും മധ്യഭാരതമാണെങ്കിലും ഈ സ്ഥലത്തിനൊക്കെ തന്നെ നൽകുന്ന അതേ പ്രാധാന്യവും പരിഗണനയും അതേ വികസന പദ്ധതികളും അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വേണം. കാരണം അതും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും അവിടുത്തെ ഗോത്ര യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെന്നും അവിടുത്തെ ജനങ്ങൾക്കും ഈ ഭാരതത്തിൻ്റെതായ എല്ലാ വിഭവങ്ങൾക്കും അവരും അതിന് അർഹരാണെന്നുമുള്ള ഒരു വികാരം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം തുടർച്ചയായി നോർത്ത് ഈസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വികസനം എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ വശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ തന്ത്രപ്രധാനമാണ് ഈ നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ഈ പാത തന്നെ നമ്മൾ നോക്കുക, അസ്സാമിലെ സിൽച്ചർ മുതൽ മേഘാലയ വരെ എന്ന് പറയുമ്പോൾ മിസോറാം അതുപോലെ തന്നെ മണിപ്പൂർ തുടങ്ങിയ വേറെ 2 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ ഒരു മിലിറ്ററി മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിലും വളരെ വേഗത്തിൽ ഈ 4 വരി പാതയിലൂടെ യാഥാർത്ഥ്യമാകുമെന്നതാണ്. കാരണം വടക്ക് കിഴക്കൻ മേഖലയിൽ തുടർച്ചയായി അസ്ഥിരത ഉണ്ടാക്കുവാനും അവിടെ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും കമ്മ്യൂണിസ്റ്റ് ചൈന തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അരുണാചൽ പ്രദേശിലെ വിവിധ തടാകങ്ങളുടെയും നദികളുടെയും അതുപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളുടെയും ഒക്കെ പേരുകൾ മാറ്റിക്കൊണ്ടുള്ള പ്രകോപനം ഉണ്ടാക്കിയത്. അപ്പോൾ അത്തരം പ്രകോപനങ്ങൾ ചൈന ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അതിൽ ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് നടത്തേണ്ടി വന്നാൽ അല്ലെങ്കിൽ ചൈനയ്ക്കൊരു തിരിച്ചടി നൽകേണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ സൈനിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തണം എന്നതുകൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കുണ്ട്. കാരണം ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു കര മാത്രം ചുറ്റിപ്പറ്റി കിടക്കുന്നതാണെന്നും അവിടേക്ക് ചൈനയ്ക്ക് കൃത്യമായി കടന്നു ചെല്ലാമെന്നും അതിന് സഹായിക്കാം എന്നൊക്കെയുള്ള തുറന്ന പറച്ചിലുകൾ ബംഗ്ലാദേശിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ കാലത്തിൽ സ്വാഭാവികമായും ഇത്തരം പ്രകോപനങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തരം പാതകളുടെ നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ റെയിൽ കണക്ടിവിറ്റിയുടെയൊക്കെ കൂടുതൽ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുന്നതിലൂടെയും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ 2 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച അവിടുത്തെ ജനങ്ങളുടെ വികസനം എന്നത്. 2, ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടും ഇത്തരം പദ്ധതികൾ അവിടെ നിർണായകമാകുന്നുണ്ട്. രോഹിണി. അതെ, തീർച്ചയായും. ഗൗതമാനന്ദ നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തി ട്രാൻസിറ്റ് പോയിന്റുകൾ വഴി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് നിയന്ത്രണം. അസം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 11 ട്രാൻസിറ്റ് പോയിന്റുകൾ വഴി ഭാരതത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കൊൽക്കത്ത വഴിയും നവ്ഷേവ തുറമുഖം വഴിയും മാത്രമായിരിക്കും ഇനി ബംഗ്ലാദേശിന് ഭാരതത്തിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയുക.
കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറത്തിറക്കിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ക്രഷ്ഡ് സ്റ്റോൺ, LPG, എഡിബിൾ ഓയിൽ തുടങ്ങിയവയുടെ ഇറക്കുമതിക്ക് നിയന്ത്രണമില്ല. ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തി. പ്രാദേശിക സമയം പുലർച്ചെ 2:50 ഭൂചലനം അനുഭവപ്പെട്ടത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അരുണാചൽ പ്രദേശിൽ ഭൂചലനം. ദിബാങ് വാലിയിൽ പുലർച്ചെ 5 മണിയോടെയാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.8 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുതിയ പോപ്പിന്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. ആഗോള കത്തോലിക്ക സഭയുടെ 267 പോപ്പായി ലിയോ 14 ഔദ്യോഗികമായി ചുമതലയേൽക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങുകൾ. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, പറയൂ. രോഹിണി, അതായത് റോമിലെ വത്തിക്കാനിലെ 10 മണി, അതായത് ഇന്ത്യൻ സമയം 1:30 ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ ഭാഗമായുള്ള വിശുദ്ധ കുർബാന നടക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യത്തിലാണ് ഈ ചടങ്ങുകൾ, സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഭാഗമായ സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിക്കുക, അതായത് പാലിയം എന്ന സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിക്കുക. അതിനുശേഷം പത്രോസിൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രാർത്ഥന ചൊല്ലുക. പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമായിരിക്കും അധികാരമോതിരം അണിയിക്കുക. അത്തരത്തിൽ സ്ഥാനവസ്ത്രം അണിയിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ മോതിരം അണിയിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് പോപ്പിൻ്റെ സ്ഥാനാരോഹണം പൂർത്തിയാകുന്നത്. നമുക്കറിയാവുന്നതാണ്, 267 പോപ്പായി ലിയോ 14 ഇന്ന് ചാർജ് എടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ചുമതലയേൽക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. ഈ കുർബാന അർപ്പിക്കുന്നത് ഉൾപ്പെടെ ഉള്ള ചടങ്ങുകളിലൂടെയാണ് പോപ്പിൻ്റെ സ്ഥാനാരോഹണം പൂർത്തിയാകുകയും ചെയ്യുക. സ്ഥാനാരോഹണം പൂർത്തിയായതിനു ശേഷം ജനങ്ങളോട്, അതായത് വിശ്വാസികളോട് സംവദിക്കുന്നതിനെ, വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നതിന് അദ്ദേഹം എത്തുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര നേതാക്കളെല്ലാം തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തുന്നുണ്ട്. ഭാരതത്തിൻ്റെയും പ്രതിനിധി സംഘം എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. JD വാൻസും അതുപോലെ തന്നെ ജർമ്മൻ ചാൻസലറും എല്ലാം തന്നെ എത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഘടകം പോപ്പിൻ്റെ സംസ്കാര ശുശ്രൂഷ, അന്തരിച്ച പോപ്പിൻ്റെ സംസ്കാര ശുശ്രൂഷ നടന്ന വേളയിലെല്ലാം തന്നെ എത്തിയ വോളോഡിമർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തുമെന്ന സൂചനകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്ന് 1:30 ഇന്ത്യൻ സമയം 1:30 കൂടിയായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകളോടെ പോപ്പിൻ്റെ സ്ഥാനാരോഹണം പൂർണ്ണമാവുകയും ചെയ്യും. ഇക്കഴിഞ്ഞ ദിവസമാണ് 2 ദിവസത്തിനുള്ളിൽ, അതായത് വലിയ കാലതാമസമില്ലാതെ തന്നെ കർദിനാൾ കോളേജ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനും സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ, അതായത് നിരവധിയായ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം നടത്തിയ പെറുവിൽ നിന്നൊക്കെയുള്ള നിരവധി വിശ്വാസികൾ അവിടെ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൗരസ്ത്യ സഭയുടെയും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെയും ഉന്നത ശീർഷരായ പദവിയിലിരിക്കുന്നവരുടെ എല്ലാം തന്നെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസിൻ്റെ മരണശേഷമാണ് അദ്ദേഹം ലിയോ 14 തിരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ സ്ഥാനാരോഹണം നടക്കുകയും ചെയ്യുന്നത്. പുതിയ പോപ്പിന്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. ആഗോള കത്തോലിക്ക സഭയുടെ 267 പോപ്പായി ലിയോ 14 ഔദ്യോഗികമായി ചുമതലയേൽക്കും. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കം. CISF ഉദ്യോഗസ്ഥർ പ്രതിയായ കൊലപാതക കേസിലെ FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും DGക്ക് കൈമാറി. പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉടനുണ്ടാകും. അതേസമയം 2ാം പ്രതി മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ച ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള തുടർ നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? രോഹിണി, ഐവിൻ ജിജോയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സേന കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ സേനയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡിലായിട്ടുള്ള 2 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് CISF തേടിയിരിക്കുന്നത്. CISFൻ്റെ DG ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടുകയും പോലീസ് റിമാൻഡ് റിപ്പോർട്ടും FIR അടക്കമുള്ള കാര്യങ്ങളും DG
DIGക്ക് കൈമാറിയിട്ടുണ്ട്. നേരത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള വലിയ വിമർശനം തന്നെയായിരുന്നു ഉയർന്നിരുന്നത്. അതായത് ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഉണ്ടായിരുന്നത്. ഐവിനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ആക്രമിച്ചത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇവർ ആദ്യം വാക്ക് തർക്കത്തിലേക്കാകുകയും പിന്നീട് ഐവിനുമായി തർക്കത്തിലുണ്ടായതിനെ തുടർന്ന് ഐവിനെ കാറിടിപ്പിക്കുകയും കാറിൻ്റെ ബോണറ്റിലിരുത്തിക്കൊണ്ട് വളരെ ദൂരം സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് കാർ നിർത്താൻ ശ്രമിക്കുകയും അതിനിടയിൽ താഴെ വീണ ഐവിൻ്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയിറക്കുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ വലിയൊരു ക്രൂരത തന്നെയാണ് CFSF ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളൊരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് CISFൻ്റെ തീരുമാനം. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഐവിൻ ജിജോയുടെ വീട്ടുകാരടക്കം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള കർശന നടപടി ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് CISFൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ CISF ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം, അതായത് ഈ ഐവിനുമായി ഇവർ തർക്കത്തിലുണ്ടാവുകയും പിന്നീട് കൊലപാതകത്തിലേക്ക് കടക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഉദ്യോഗസ്ഥർ മറ്റൊരു CISF ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നടന്ന പരിപാടിയിൽ വെച്ച് മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒരു പാർട്ടി നടത്തിയിരുന്നു. ഈ പാർട്ടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ പോകുന്ന വഴിയാണ് ഈ തർക്കം ഉണ്ടാവുകയും കൊലപാതകത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നത്. ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മോഹൻകുമാറിനെ അന്ന് ഡ്യൂട്ടിയിലേക്ക് കയറാനായിട്ട് സഹായിച്ച മറ്റൊരു CISF ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഇയാളോട് തിങ്കളാഴ്ച ഹാജരാകാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഹാജരാകാൻ നിർദ്ദേശം നൽകി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അന്ന് ഏതായാലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റുദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിർമ്മിച്ച സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റ് അടിക്കാൻ സംസ്ഥാനം ശ്രമിക്കുമ്പോഴും നിരത്തുകൾ കീഴടക്കി പ്രധാനമന്ത്രിക്കായുള്ള ഫ്ലെക്സ് ബോർഡുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചാണ് ഫ്ലെക്സുകൾ തലസ്ഥാനത്തെ റോഡുകളിൽ നിരന്നത്. 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി സംസ്ഥാനം വൈകിപ്പിച്ചതിലും വിമർശനമുയരുന്നുണ്ട്. 2023 സംസ്ഥാനത്ത് പൂർത്തിയാക്കേണ്ടതായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി. എന്നാൽ ഇത് 5 വർഷം കഴിഞ്ഞാണ് സർക്കാർ പൂർത്തീകരിക്കുന്നത്. വൈകിപ്പിച്ച് ഒടുവിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തി. മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചിത്രം പതിച്ച് കൂറ്റൻ ഫ്ലെക്സുകളും നിരത്തി ക്രെഡിറ്റ് അടിക്കാനുള്ള ശ്രമവും ഇതിനിടെ നടന്നു. എന്നാൽ പദ്ധതിയുടെ യഥാർത്ഥ അവകാശിയായ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നന്ദി പറയുകയാണ് തലസ്ഥാനവാസികൾ. തലസ്ഥാനത്തെ 12 റോഡുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് സ്മാർട്ടാക്കിയത്. ഇവിടെയെല്ലാം പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാർ വർഷങ്ങളായി കാത്തിരുന്ന സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനാണ് പ്രധാനമന്ത്രിയെ തലസ്ഥാനവാസികൾ അഭിനന്ദിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വടക്കൻ കേരളത്തിലെ 5 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. ശാലിനി ചേരുന്നു. ശാലിനി, കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് മഴ പ്രവചനം ഇനി തുടർ ദിവസങ്ങളിൽ? രോഹിണി, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലവർഷം അറബിക്കടലിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. തെക്കൻ ആൻഡമാൻ ഒപ്പം തന്നെ കന്യാകുമാരിക്ക് സമീപത്തായി കാലവർഷക്കാറ്റ് നിലനിൽക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ
സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള വടക്കൻ കേരളത്തിലെ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ കൂടുതൽ ജില്ലകൾക്ക് അലർട്ട് മാറാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കും ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നാളെ 9 ജില്ലകൾക്ക്, അതായത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകൾക്ക് നാളെ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലാണ് വരും മണിക്കൂറിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് പറയുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ 20-ാം തീയതി സംസ്ഥാനത്ത് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ തെക്കൻ കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയാണ്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ചില മണിക്കൂറുകളിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ, മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ മാസം 27ഓടുകൂടി സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നൊക്കെയായിരുന്നു പ്രവചനം. ഒരുപക്ഷെ അതിന് 10 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കാലവർഷം എത്താനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ പ്രവചിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് 21, 23 ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു ശക്തമായ മഴ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ചക്രവാത ചുഴി കൂടി ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് അറബിക്കടലിൽ. സ്വാഭാവികമായും അതിന്റെ കൂടി പ്രഭാവത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ളതാണ്. 21, 22 ദിവസത്തോടുകൂടി ഈ ഒരു ചക്രവാത ചുഴി തീവ്രമാകാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 കാലാവസ്ഥാ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് കൂടി പ്രവചനം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കരുതിയിരിക്കുക, ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. കാലവർഷം മുൻപേ തന്നെ സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത ഈ ദിവസങ്ങളിൽ എടുക്കണം. കള്ളക്കടൽ പ്രതിഭാസം, കടലാക്രമണത്തിനൊക്കെ ഉള്ള സാധ്യതകൾ കൂടി വരും മണിക്കൂറുകളിലുണ്ട്. ആ സാഹചര്യത്തിൽ തീരദേശവാസികൾ കൂടി ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശരി ശാലിനി, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകുന്നത്. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന CPM നേതാവും മന്ത്രിയുമായിരുന്ന G. സുധാകരനിൽ നിന്ന് മൊഴിയെടുക്കുന്നത് തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെ തഹസിൽദാർ രേഖപ്പെടുത്തിയ മൊഴിയും പോലീസ് പരിശോധിക്കും. സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, പറയൂ. രോഹിണി, വിവാദ പ്രസ്താവനയിൽ G. സുധാകരന്റെ ഈ വിവാദ പ്രസ്താവനയിൽ ആലപ്പുഴ സൗത്ത് പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അമ്പലപ്പുഴ തഹസിൽദാർ G. സുധാകരന്റെ മൊഴിയും എടുത്തിരുന്നു. ഈ മൊഴി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൊഴി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൊഴി തൃപ്തികരമാണെങ്കിൽ കൂടുതൽ മൊഴിയെടുക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 36 വർഷം മുൻപ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് പോലീസിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും G. സുധാകരന്റെ പ്രസ്താവന, അത് അന്ന് സർവീസ് സംഘടനയുടെ പരിപാടിയിൽ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയുടെ വീഡിയോയും ഒപ്പം തന്നെ അതിനുശേഷം ഈ സംഭവം വിവാദമായതിന് പിന്നാലെ തന്നെ G. സുധാകരൻ ഈ കാര്യം തിരുത്തുകയും ചെയ്തിരുന്നു. ഈ തിരുത്തി കൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുള്ളതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ സർവീസ് സംഘടനയുടെ പരിപാടിയിൽ അന്ന് പങ്കെടുത്തിരുന്ന ആളുകളുടെ മൊഴിയെടുക്കാനും പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരുടെ കൂടി മൊഴിയെടുത്തതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതിൻ്റെ റിപ്പോർട്ടുകൾ തേടിയിരുന്നു. ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി കൂടുതൽ തെളിവെടുപ്പ് അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കാനായിട്ടുള്ള സാധ്യതയുള്ളത്. രോഹിണി. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനപ്പേടിയിൽ കൊല്ലം തെന്മലയിലെ ഒരു അങ്കണവാടി. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ് അങ്കണവാടിക്കാണ് ഈ ദുരവസ്ഥ. കാട്ടാനകളെ പേടിച്ച് മാതാപിതാക്കൾ കുട്ടികളെ വിടാതായതോടെ പ്രവർത്തനം പാടെ നിലച്ച സ്ഥിതിയാണ്. ഇവിടെയുള്ള നാട്ടുകാരാകെ ഭീതിയിലുമാണ്.
17 കുട്ടികളുണ്ടായിരുന്ന അംഗൻവാടിയിൽ ഇന്ന് എത്തുന്നത് 4 പേർ മാത്രമാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അംഗൻവാടിയുടെ മുറ്റത്ത് പോലും ആനകൾ തമ്പടിക്കുന്നതിനാൽ ഭയം കാരണം രക്ഷിതാക്കൾ കുട്ടികളെ വിടാൻ മടിക്കുകയാണ്. ഇങ്ങനെ കാട്ടാനകൾ എത്തിയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അംഗൻവാടിയിലെ അധ്യാപികയും. 17 പ്രീ സ്കൂൾ കുട്ടികളിൽ 16 പ്രീ സ്കൂൾ കുട്ടികൾ അംഗൻവാടി വന്നുകൊണ്ടിരുന്നതാണ്. ഇന്ന് 4 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ 4 മണിക്ക് വരെ ആന ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക, ശല്യം കാരണം. ഇപ്പം 5 മണി 4 സമയമൊന്നുമില്ല. എപ്പോഴും എല്ലാ പകലും ഒക്കെ മുറ്റത്തിലെ പട്ടിയും പൂച്ചയും നിൽക്കുന്നതിന്റെ കൂട്ട് ആന നിൽക്കുന്ന ഒരവസ്ഥയാണ്. കുട്ടികൾ കുറഞ്ഞു പോയത് ഈ അംഗൻവാടിയുടെ മുറ്റത്ത് വരെ ആന വന്ന് നിൽക്കുക പകല്. അപ്പൊ ഇങ്ങനെ പകല് പോലും ഭീഷണി ആയതുകൊണ്ട് ഇനി കുട്ടികളെ ഇവിടെ കൊണ്ട് വിടുന്നത്, അത് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ ഇവിടെ വിടാൻ എല്ലാവരും പേടിച്ചിരിക്കുക, എങ്ങനെ വിടുമെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ 3 വർഷം മുതലാണ് വന്യമൃഗശല്യം പ്രദേശത്ത് രൂക്ഷമായത്. പന്നിയും കുരങ്ങും മ്ലാവും മലയണ്ണാനും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തിനു പുറമെയാണ് കാട്ടാന ശല്യവും. കൃഷിയിടത്തിൽ തമ്പടിക്കുന്ന ആന തിരികെ വനത്തിലേക്ക് കയറില്ല. പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും പരമ്പരാഗത രീതിയിൽ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും പരാജയപ്പെടുകയാണ്. 2-3 വർഷം കൊണ്ടാണ് ആന ശല്യം ഉള്ളത്. അതിന് മുമ്പ് ആന ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഫോറസ്റ്റ് ഇതിൻ്റെ ബെൽറ്റ് മൊത്തം, ഈ പുരയുടെ ബെൽറ്റ് മൊത്തം 1 കിലോമീറ്റർ ഇളവിട്ട് അവര് ഫോറസ്റ്റ് ആക്കി. അത് ഇപ്പൊ പിന്നെ അത് നിർത്തലാക്കിയിട്ട് കാട് തെളിക്കുന്നുണ്ട്. കാട് തെളിക്കുന്നെങ്കിലും ജന്തുക്കൾ ഇതിനകത്താ. മറ്റേന്ന് പറഞ്ഞാൽ ആണ്ട് തോറും തീ വീഴും, മാറും, അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. ഇപ്പൊ തീ വീഴത്തില്ല. ആനശല്യം കൊണ്ട് കിടക്കാനേ വയ്യ, ഇവിടെ പേടിയാ. രാത്രി ഉറങ്ങാനൊക്കത്തില്ല. ഉള്ള കൃഷികൾ മൊത്തവും നശിപ്പിച്ചു. അവ 4 ദിവസം കൊണ്ട് അടുപ്പിച്ചിറങ്ങുക. എന്നിട്ട് ഫോറസ്റ്റുകാർ ആദ്യം ഒന്ന് വന്നേച്ച് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ വിളിച്ചപ്പം വന്നിട്ട് അവര് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയിരിക്കുന്നത്. അവര് പറയുന്ന ഒക്കെ ചെയ്യാവുന്ന, നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോന്നാ പറയുന്നത്, അല്ലാതെ ഒരു സമാധാനം പറയുകയല്ല. ആനശല്യത്തിൽ നിന്നും പ്രദേശവാസികളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ശരിയായ സമീപനമല്ല ഉണ്ടാകുന്നതെന്ന് വാർഡ് മെമ്പറും പറയുന്നു. നേരത്തെ ആന അത്ര ശല്യമില്ലായിരുന്നു. തെഞ്ചെടുത്ത് വെച്ചപ്പോൾ ആന ശല്യം കൂടിപ്പോ. ആരെങ്കിലും ഒന്ന് ചെന്ന് അവർ സംസാരിച്ചാലേ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് കാണുന്നത്. ആരും ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ജനങ്ങൾ പരാതിപ്പെട്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നല്ല ശീലമല്ല ഇത് നല്ല ശീലമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിനെതിരെ ചിലപ്പോൾ ഞങ്ങൾ ഒരു സമര പരിപാടിയായിട്ട് ഞങ്ങൾ നീങ്ങേണ്ടി വരും. സംഭവത്തിൽ ഉന്നതതല ഇടപെടലുകൾ ഉണ്ടാകണമെന്നും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നതുമാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. ജനം, കൊല്ലം. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താൻ ഇന്നും തിരച്ചിൽ തുടരും. ഇന്നലെ കടുവയുടെ ദൃശ്യങ്ങൾ ദൗത്യസംഘം സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ കണ്ടതോടെ കടുവയെ ഉടൻ പിടികൂടാനാകുമെന്നാണ് ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്നാണ് അറിയിക്കുന്നത്. ദിവസങ്ങൾ പിന്നിടുകയാണ്. എന്തായാലും ഇപ്പോൾ 60 പേരോളം അടങ്ങുന്ന 3 സംഘങ്ങളായാണോ തിരച്ചിൽ നടത്തുന്നത്? രോഹിണി, 20 പേര് അടങ്ങുന്ന 3 സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ നടക്കുന്നത്. അതായത് മൊത്തത്തിൽ 60 പേരാണ് ഈ ദൗത്യ സംഘത്തിൽ ഉള്ളത്. വിദഗ്ധർ അടങ്ങിയ ഒരു സംഘം തന്നെയാണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള സംഘങ്ങൾ ഈ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇത് 4ാം ദിവസമാണ് തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. നിലവിൽ ക്യാമറകൾ പരിശോധിക്കുകയാണ് ഉള്ളത്. ഈ ക്യാമറ പരിശോധിച്ച അതിൽ കടുവയുടെ സാന്നിധ്യം പതിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളും, ഏതൊക്കെ ഭാഗത്ത് തിരച്ചിൽ വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് തിരച്ചിൽ ദൗത്യം തുടരുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി മേഖലകളിൽ തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നലെ കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതായത് ഈ സമീപ പ്രദേശത്ത് തന്നെ ഈ കടുവ ഉണ്ട് എന്നത് വ്യക്തമായിട്ടുണ്ട്. കാരണം 3 ദിവസം മുൻപാണ് നരഭോജി ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്നത്. ഈ കടിച്ചു കൊന്ന ഈ ഭാഗത്ത് തന്നെ അതിൻ്റെ തൊട്ട് സമീപ പ്രദേശങ്ങളിലായി തന്നെ കടുവ ഉണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പരിശോധിച്ച ക്യാമറയിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു തിരച്ചിൽ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത്. 2 കുങ്കിയാനകൾ തിരച്ചിലിന് വേണ്ടി എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കടുവ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ കടുവയെ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും
കുങ്കിയാനകളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. നിലവിൽ എന്തായാലും കുങ്കിയാന സംഭവ സ്ഥലത്ത് ഉണ്ട്. വയനാട് നിന്നുള്ള കുഞ്ചു എന്ന കുങ്കിയാനയും കോന്നി സുരേന്ദ്രനുമാണ് ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. 3 കൂടുകൾ വിവിധ മേഖലകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ കൂടുകളിലൊന്നും തന്നെ കടുവ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിന് അകത്തായിട്ടില്ല. എന്തായാലും തിരച്ചിൽ അതീവ ദുർഘടമായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നിലമ്പൂർ സൗത്ത് DFOയെ സ്ഥലം മാറ്റിയിരുന്നു. ഇതും വലിയ വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ DFO ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമയത്തുള്ള നിർണായകമായ ഈ ഘട്ടത്തിലുള്ള ഈ സ്ഥലം മാറ്റം വലിയൊരു വിവാദം സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് അത് തിരച്ചിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ദൗത്യ സംഘത്തിലുള്ള ആളുകൾ അടക്കം പറയുന്നത്. കാരണം ഈ തിരച്ചിൽ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം, പ്രത്യേകിച്ച് കടുവയുടെ സാന്നിധ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു, അത് സ്ഥിരീകരിച്ചിരുന്നു. ഈ സമയത്ത് ഇത്തരത്തിലുള്ള സ്ഥലമാറ്റലും ഈ രീതിയിലുള്ള നടപടികളും ഒരുപക്ഷെ ദൗത്യ സംഘത്തിന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഇനി പുതിയ ആൾ വന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം പഠിച്ചു വേണം അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറിനെതിരെ ഉള്ള ഒരു എതിർപ്പ് ഉയർന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സ്ഥലമാറ്റവും ഇതിനിടയിൽ നടന്നു. നിലവിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ദൗത്യം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ക്യാമറകൾ പരിശോധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി ശിവദാസ്. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. കൈക്കൂലി കേസിൽ ED ഓഫീസർ പ്രതിയായ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച ED കൊച്ചി സോൺ ഓഫീസിനോട് ED ഡയറക്ടർ റിപ്പോർട്ട് തേടി. കേസിലെ വിജിലൻസ് FIRും പരിശോധിക്കും. ED അസിസ്റ്റന്റ് ഡയറക്ടർ സത്യവേർ സിംഗിനെ ഡൽഹി യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റി. വിജിലൻസ് നടപടിക്ക് മുൻപ് കഴിഞ്ഞയാഴ്ചയാണ് പൊതു സ്ഥലമാറ്റത്തിന് ഉത്തരവിറങ്ങിയത്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, EDയുടെ കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ ഒരു കൈക്കൂലി കേസിൽ 1ാം പ്രതിയായ ഒരു സാഹചര്യത്തിലാണ് ഈ കേസിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആഭ്യന്തര അന്വേഷണത്തിന് ED ആരംഭിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി EDക്ക് വിജിലൻസ് സംവിധാനം ഉണ്ടെങ്കിൽ പോലും ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവമായി തന്നെയാണ് ED കാണുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഏതായാലും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഫെമ കേസുകളിലാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നത് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരെ ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഏജന്റ് സംവിധാനങ്ങൾ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഈ EDയുടെ ഡയറക്ടർക്ക് ഉടനെ തന്നെ കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ശേഖർ കുമാറിനെതിരായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡയറക്ടർക്ക് ഉടനെ കൈമാറാനായിട്ടുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. കൊച്ചിയിൽ വെച്ച് ഈ ഫെമ കേസ് ഒതുക്കി തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള ആളുടെ ഭാഗത്തു നിന്നും 2 കോടി രൂപ ആവശ്യപ്പെടുകയും പിന്നീട് 2 ലക്ഷം രൂപ കൈമാറാൻ ശ്രമിക്കുന്നതിനിടെ ഇതിൻ്റെ ഏജൻറ്റും പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തമ്മനം സ്വദേശി അടക്കമുള്ള 3 പേരായിരുന്നു പിടിയിലായിരുന്നത്. ഈ സംഭവത്തിലാണ് ഏതായാലും EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായിട്ട് തന്നെ നടപടിയെടുക്കുകയും ഇയാളെ 1ാം പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ED ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. രോഹിണി. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കായക്കുടി എളിക്കാമ്പാറയിലെ ഭൂചലനം അനുഭവപ്പെട്ട സ്ഥലത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തും. റവന്യൂ വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിക്കും. എള്ളിക്കാമ്പാറ, പുന്നത്തോട്ടം, കരിമ, പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഭൂചലനം അനുഭവപ്പെട്ട സ്ഥലത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും റവന്യൂ വകുപ്പ് അധികൃതരും ഈ സംഘവും അവിടെ എത്തിച്ചേരുക? ഏത് രീതിയിലുള്ള പരിശോധനയ്ക്കായിരിക്കും മുൻതൂക്കം? രോഹിണി, ഇന്നലെ രാത്രി 7:30ക്കാണ് ഈ കോഴിക്കോട് കായക്കൊടി എള്ളിക്കാമ്പാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഈ പ്രദേശത്തെ ഏകദേശം ഈ പുന്നത്തോട്ടം, കരിമ്പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്ററോളമുള്ള പ്രദേശത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. മാത്രമല്ല, ഇന്നലെ 7:30 ആ സമയത്തായിരുന്നു ഭൂചലനം ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസവും ഇതേ സമയത്ത് ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജനങ്ങൾക്കൊരു ജാഗ്രതാ നിർദ്ദേശം
നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് 10 മണിയോടുകൂടി റവന്യൂ വകുപ്പ് അധികൃതരും ഈ പ്രദേശത്തേക്ക് എത്തും. ഒരു വിദഗ്ധ സംഘവും ഈ പ്രദേശത്തേക്ക് എത്തി ഈ പ്രദേശത്ത് പരിശോധന കൃത്യമായി എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണ്. ഇതൊരു ഭൂചലനമാണ് ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് കൃത്യമായി സ്ഥിരീകരിക്കാൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് സ്ഥിരീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിദഗ്ധ സംഘം ഇന്ന് 10 മണിയോടുകൂടി ആ പ്രദേശത്തേക്ക് എത്തുന്നത്. ആ പ്രദേശത്ത് തൊട്ട് അല്പം മാറി കുന്നും മലകളും ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥ ഉണ്ടോ, തുടർ ചലനങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായൊരു വ്യക്തതയും പരിശോധനയും നടത്താൻ വേണ്ടിയാണ് വിദഗ്ധ സംഘം എത്തുന്നത്. അതിനോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് അധികൃതരും ഈ പ്രദേശത്തേക്ക് ഈ 10 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മയെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് വാളയാറിലാണ് സംഭവം. വാളയാർ സ്വദേശി ശ്വേതയാണ് അറസ്റ്റിലായത്. അമ്മ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന് കുട്ടി മൊഴി നൽകി. ശ്വേതയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്തെ സ്കൂൾ കോമ്പൗണ്ടുകളിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ സ്കൂൾ തുറക്കും മുൻപ് പൊളിക്കാൻ തീരുമാനം. തദ്ദേശ സ്വയംഭരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പൂർണ്ണമായും സുരക്ഷിതമായ പഠനാന്തരീക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രിമാർ നിർദ്ദേശിച്ചു. എസ് ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ സ്കൂൾ കോമ്പൗണ്ടുകളിലൊക്കെയുള്ള അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൊളിച്ച് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും രോഹിണി, സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഇനി ഒരു 15 ദിവസം തികച്ചില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും സ്കൂൾ അധികൃതരോടും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരോടും സ്കൂളുകളോട് ചേർന്ന് പുതിയ കെട്ടിടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പഴയ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കാനും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളുടെ വസ്തുവിലുള്ള മരക്കൊമ്പിലെ ചില്ലകളെല്ലാം തന്നെ പൊളിച്ചു നീക്കാനുമാണ് ഇപ്പോൾ മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ഇത് നടപ്പിലാക്കിയാൽ മാത്രമേ വരും ദിവസങ്ങളിൽ മഴ ശക്തമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് എന്ത് ഒരു ദുർഘടമായ അവസ്ഥ വന്നാലും ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു കേടുപാടുകളും കൂടാതെ ഈ ഒരു അധ്യയന വർഷം നന്നായി പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഇതിലേക്കാണ് ഇപ്പോൾ മന്ത്രിമാരുടെ യോഗം ഇന്നലെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഈ ഒരു അപകട സാധ്യതയായി നിൽക്കുന്ന എല്ലാം തന്നെ മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. സ്കൂൾ കുട്ടികളുടെ സുഗമമായുള്ള ഒരു വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവർക്ക് വളരെ നന്നായി തന്നെ സ്കൂളുകളിൽ ഇരുന്ന് പഠനം പൂർത്തിയാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളുടെ ഉൾഭാഗത്ത് ചുമരുകളിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സീലിംഗിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം കേടുപാടുകളെല്ലാം തന്നെ മാറ്റണമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ മന്ത്രിമാർ പറയുന്നുണ്ട്. രോഹിണി. ശരി, എസ് പി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ആലക്കോട് പഞ്ചായത്തിലെ തെക്കും ഭാഗത്തെ ബന്ധിപ്പിക്കുന്ന കുറിച്ചിപ്പാടം പാലം നിർമ്മാണം ആരംഭിച്ച് 3-ാം ദിവസം തന്നെ നിർമ്മാണം നിർത്തിവെച്ചു. സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന് RD ഓഫീസിൽ നിന്നാണ് നടപടി. ഇതോടെ പ്രദേശവാസികളായ 100 കണക്കിന് ആളുകളുടെ സുഗമ സഞ്ചാരമാണ് മുടങ്ങിയത്. കുറിച്ചിപ്പാടം പാലത്തിന് കുറുകെയിട്ടിരിക്കുന്ന ഈ കമുകിൻ തടിയിലൂടെയാണ് തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ പ്രായമായവരുടെയും കുട്ടികളുടെയും അടക്കമുള്ള യാത്ര. കാലപ്പഴക്കത്തെ തുടർന്ന് 1 മാസം മുമ്പ് ഇവിടെയുണ്ടായിരുന്ന പാലം പൊളിച്ചു. പുതിയ പാലത്തിനായി 9 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെ തന്റെ പറമ്പിൽ വെള്ളം കയറുമെന്നാരോപിച്ച് സ്വകാര്യ വ്യക്തി പരാതി നൽകി.
പണികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നിന്ന് നിർദ്ദേശവും ലഭിച്ചു. അന്നു മുതൽ ഈ പ്രദേശത്തെ ആളുകളുടെ ദുരിതവും ആരംഭിച്ചു. ഈ പാലം പൊളിച്ചത് മുതൽ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ തടിയെ കൂടെ നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 10 കിലോ അരി മേടിച്ചിട്ട് ഈ കമുകുന്തടിയെ കൂടെ പോകാനുള്ള ബുദ്ധിമുട്ട് വലുതാണ്. ആലക്കോട് പഞ്ചായത്ത് ഓഫീസ്, പ്രാഥമികാരോഗ്യ കേന്ദ്രം, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരിച്ചും ഇഞ്ചിയാനി, ആലക്കോട്, തെക്കുംഭാഗം പ്രദേശവാസികൾ കടന്നുപോയിരുന്ന പാലമാണിത്. നിലവിൽ ചുറ്റിവളഞ്ഞ് ഓട്ടോറിക്ഷയ്ക്കും മറ്റും അമിത കൂലി നൽകി വീടെത്തേണ്ട അവസ്ഥയിലാണിവർ. പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകണമെങ്കിൽ 30 രൂപ കൊടുക്കേണ്ടടുത്ത് 60 രൂപ കൊടുത്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂലിപ്പണിക്ക് പോയിച്ച് വന്നാൽ ഈ ഓട്ടോ കൂലി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. മരുന്ന് മേടിക്കണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ കാലങ്ങളായിട്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാലമാണ്. സ്കൂളുകൾ തുറക്കാൻ ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കമുകിൻ പാലത്തിലൂടെയുള്ള യാത്ര വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തിയേക്കും. മഴക്കാലം കൂടി ആരംഭിച്ചാൽ മേഖലയിൽ ദുരിതം കഠിനമാകും. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നതാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം. അല്ലാത്തപക്ഷം ജനകീയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ജനം, ഇടുക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷണം പൂർത്തിയാക്കി. റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും വിവരങ്ങൾ പുറത്തുവിടാതെ അധികൃതർ. അപകട കാരണം സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് എന്നുള്ളത്. അന്വേഷണം പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിന്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുൻപാകെ വരുന്നില്ല. കൃത്യമായ കാരണം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒളിച്ചുകളി അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? രോഹിണി, തീർച്ചയായും ഈ വിഷയത്തിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഈ മെയ് 2-നായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഇന്നേക്ക് കൃത്യമായി 2 ആഴ്ചയിലധികം കഴിയുകയാണ്. ഇത് സംബന്ധിച്ച് അന്ന് തീപിടുത്തം ഉണ്ടായ സമയത്ത് അത്യാഹിത വിഭാഗത്തിലെ ഉപകരണങ്ങളടക്കം എല്ലാം കത്തി നശിച്ചിരുന്നു. മാത്രമല്ല 5 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ഈ മരണവുമായി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ്. അതിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്, അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? കാരണം ഇത് പുതിയ കെട്ടിടമാണ്. ഈ പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെ പുതിയ കെട്ടിടത്തിൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കൃത്യമായ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ടിലെ ഉള്ളിലുള്ള കാരണങ്ങൾ പുറത്തുവിടാതെ കൃത്യമായി ഒളിച്ചു കളിക്കുകയാണ് ആശുപത്രി അധികൃതർ എന്നതാണ് വസ്തുത. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നത് അറിയാൻ ആശുപത്രിയെ സംബന്ധിച്ച്, രോഗികളെ സംബന്ധിച്ച്, പൊതുജനങ്ങളെ സംബന്ധിച്ച് അത് അറിയേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അത് മറച്ചു വെക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത്. ആ റിപ്പോർട്ടിനുള്ളിലുള്ള കാര്യങ്ങൾ എന്നാണ് എന്ന് അവർ പുറത്ത് വിടുന്നില്ല. അതിലുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. എങ്ങനെയാണ് ആശുപത്രിയിലെ ആ പുതിയ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് പൊതുജന സമൂഹത്തോട് പറയാൻ അധികൃതർ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ആശുപത്രി കെട്ടിടത്തിൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നത് ആ ഇലക്ട്രിക്കൽ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ കെട്ടിടത്തിന്റെ അഴിമതി അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് അധികൃതർ മനഃപൂർവ്വം ഈ റിപ്പോർട്ട് മറച്ചു വെക്കുകയാണ് എന്നൊരു ഗുരുതര ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത്. എന്തായാലും ഈ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കളക്ടർക്ക് ഇതുമായി സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് എന്തുകൊണ്ട് അധികൃതർ പുറത്തു വിടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. ദിവസേന 3000-ലധികം രോഗികൾ എത്തുന്ന സർക്കാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. എന്ന് ഈ അത്യാഹിത വിഭാഗം തുറന്ന് പ്രവർത്തിക്കും എന്ന് ഇതിൽ അധികൃതർക്ക് ഇപ്പോഴും ഒരു വ്യക്തത തരാൻ കഴിയില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞിരുന്നു കൃത്യമായി എല്ലാ രീതിയിലുള്ള പരിശോധനയും നടന്നതിന് ശേഷം മാത്രമായിരിക്കും കെട്ടിടം തുറന്ന് പ്രവർത്തിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ എപ്പോൾ ഈ കെട്ടിടം തുറന്ന് രോഗികൾക്ക് തുറന്നു കൊടുക്കും, രോഗികൾക്കായി തുറന്ന് പ്രവർത്തിക്കും എന്നതിൽ ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ്. അതായത് 2 കാര്യങ്ങളാണുള്ളത്. എങ്ങനെയാണ് ആ പുതിയ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് അത്യാഹിത വിഭാഗം തുറക്കും. ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ആശുപത്രി അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. രോഹിണി, അതെ, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം നടന്ന വീട്ടിലെ പ്രസവങ്ങൾ 26, മാർച്ചിൽ ഇത് 46 ആയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിലാണ് പ്രസവങ്ങളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ വീട്ടുപ്രസവങ്ങളിൽ 9 കുട്ടികളാണ് മരിച്ചത്. 2023 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ കേരളത്തിൽ 523 വീട്ടുപ്രസവങ്ങളാണ് നടന്നത്. മലപ്പുറത്തായിരുന്നു ഏറ്റവും കൂടുതൽ. പ്രത്യേക സംഘങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി വീട്ടുപ്രസവങ്ങൾക്ക് പ്രചാരണം നൽകി. തീവ്ര മുസ്ലിം സംഘടനകളായിരുന്നു ഇതിന് പിന്നിൽ. വീട്ടുപ്രസവങ്ങൾക്ക് പ്രോത്സാഹനവും പ്രചാരണവും നൽകുന്ന വിവരം ജനം TV വാർത്ത നൽകിയിരുന്നു. വാർത്തയുടെയും ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പ്രതിഭ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വീട്ടുപ്രസവങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചു. ബോധവൽക്കരണം തുടരവെയാണ് കഴിഞ്ഞ മാസം 26 വീട്ടുപ്രസവങ്ങൾ സംസ്ഥാനത്ത് നടന്നതായ കണക്കുകൾ പുറത്തുവന്നത്. മാർച്ച് മാസത്തേക്കാൾ 20 വീട്ടുപ്രസവങ്ങൾ കുറവാണ് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിൽ മാസത്തിലും മലപ്പുറത്താണ് കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത്, 6 എണ്ണം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ മാസം വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം, ഇടുക്കി എന്നിവിടങ്ങളിൽ 4, കോട്ടയം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 1, വയനാട് 2, കോഴിക്കോട്, എറണാകുളം 3 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്ക്. എന്നാൽ മാർച്ചിൽ മലപ്പുറത്ത് മാത്രം 23 വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം വീട്ടുപ്രസവത്തെ സംബന്ധിച്ച് ഹൈക്കോടതി ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡോക്ടർ കെ പ്രതിഭ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിന്മേലാണ് കോടതി റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ജനം, കോഴിക്കോട്. വാൽപ്പാറയിൽ ബസ് നിയന്ത്രണം വിട്ട് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. യാത്രക്കാരായ 40ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വലിയൊരു അപകടമാണ്, പക്ഷേ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് പരിക്കുകൾ മാത്രമേ ഉള്ളൂ യാത്രക്കാർക്ക് എന്നുള്ളത് തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും രോഹിണി, തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് വന്ന തമിഴ്നാട് സർക്കാരിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാൽപ്പാറയിൽ വെച്ച് 20 അടി താഴ്ചയിലേക്ക് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പുലർച്ചെ 3 മണിയോട് കൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത്. അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ നല്ല മഴയുണ്ടായിരുന്നു. ഒരു കൊടും വളവിലാണ്, ഈ വാൽപ്പാറയിൽ ഒരു കൊടും വളവിലാണ് ഇത്തരത്തിൽ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഏകദേശം 72 യാത്രക്കാർ ഈ ബസ്സിൽ ഈ പുലർച്ചയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. 40ഓളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഡ്രൈവറുടെ പരിക്ക് അല്പസാരമുള്ളതിനാൽ അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഉള്ള ആൾക്കാരുടെ ഈ പരിക്കേറ്റിട്ടുള്ള 40 പേർക്കും പരിക്ക് ഗുരുതരമല്ല. അവരുടെ കൈക്കും അതേപോലെ തന്നെ നെറ്റിയിലുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ബസ് മറിഞ്ഞപ്പോഴത്തേനെ ഈ സീറ്റിന് മുൻഭാഗത്ത് വന്ന് തലയിടിച്ചാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ പരിക്കുകളൊന്നും സാരമല്ല. എന്തായാലും ബസ് ഡ്രൈവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. വേടനെതിരായ കേസുമായി ബന്ധപ്പെട്ട സ്ഥലം മാറ്റിയ നടപടി ചോദ്യം ചെയ്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ട്രൈബ്യൂണലിൽ ഹർജി നൽകാനായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കോടനാട് റേഞ്ച് ഓഫീസറായിരുന്ന ആർ അധീഷിനെയായിരുന്നു സ്ഥലം മാറ്റിയത്. റാപ്പർ വേടനെതിരായ കേസുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റിയ നടപടി ചോദ്യം ചെയ്ത് കോടനാട് റേഞ്ച് ഓഫീസറായിരുന്ന ആർ അധീഷ് നൽകിയ ഹർജിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുക. ഹർജി നേരത്തെ പരിഗണിച്ച KAT വനംവകുപ്പിനടക്കം നോട്ടീസ് അയച്ചിരുന്നു. ഹൈക്കോടതിയിൽ മുൻപ് ഹർജി നൽകിയിരുന്നുവെങ്കിലും സിംഗിൾ ബെഞ്ച് തള്ളുകയും ട്രൈബ്യൂണലിനെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയും ആയിരുന്നു. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ മാധ്യമങ്ങൾക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നൽകിയെന്നതിന്റെ പേരിലായിരുന്നു റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയത്. ഇക്കാര്യത്തിൽ റേഞ്ച് ഓഫീസർമാരുടെ അസോസിയേഷൻ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഉദ്യോഗസ്ഥൻ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ സ്ഥലം മാറ്റ നടപടി റദ്ദാക്കണമെന്നാണ് ഉദ്യോഗസ്ഥന്റെ ആവശ്യം. ജനം, കൊച്ചി. വെങ്കടേശ്വര സുപ്രഭാതം വയ്ക്കുന്നതിനോട് വിയോജിപ്പ്. വൃത്തിയില്ലെന്നാരോപിച്ച് ഗോശാലയിൽ അതിക്രമിച്ചു കയറി പശുക്കളെ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പൊള്ളിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. കോഴിക്കോട് കാക്കൂർ പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി ഗോസംരക്ഷണ സംഘടനകൾ ചൊവ്വാഴ്ച പശുക്കളുമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. മെയ് 4-ാം തീയതിയാണ് ചേളന്നൂർ സ്വദേശിയായ ഡാനിഷ് മജീദിന്റെ ഡയറി ഫാമിന്റെ ഗേറ്റ് ചാടിക്കടന്ന് സാമൂഹ്യവിരുദ്ധർ പശുക്കളെ ആക്രമിച്ചത്. ജനനേന്ദ്രിയം ഉൾപ്പെടെ 7 പശുക്കൾക്ക് പൊള്ളലേറ്റു. ഗർഭിണിയായ പശുവിനെയും പ്രതികൾ വെറുതെ വിട്ടില്ല.
അക്രമം നടത്തുന്ന CCTV ദൃശ്യവും അക്രമികളുടെ പേരുവിവരവും അടക്കം ഡാനിഷ് കാക്കൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പോലീസ് സ്റ്റേഷന്റെ 150 മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരാണ് പ്രതികളായ അജ്മൽ, ജുനൈസ്, ഷമീർ എന്നിവർ. ഇവരെയാണ് പോലീസ് പിടികൂടാത്തത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പശുക്കളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങുകയാണ് ഗോസംരക്ഷണ പ്രവർത്തകർ. പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലാണ് ഈ ഫാം. ഈ ചുറ്റുപാടുള്ള ഈ 10-200 മീറ്റർ ദൂരത്തുള്ള ആ പരിധിയിലുള്ള ആളുകളാണ് അതിൻ്റെ പ്രതികളായിട്ട് ചൂണ്ടിക്കാണിച്ചത്. CCTV ദൃശ്യങ്ങൾ അടക്കം കൊടുത്തിട്ട് പോലും ഈ സമയം വരെ അവരെ അറസ്റ്റ് ചെയ്യാനോ അതിനെതിരെ നടപടിക്കോ പോലീസ് എന്തുകൊണ്ടോ തയ്യാറായിട്ടില്ല. ഈ അറസ്റ്റ് ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ, ഇതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരുന്ന ചൊവ്വാഴ്ച ഞങ്ങൾ സംഘടനാ തലത്തിൽ ഞങ്ങൾ കർഷകരെല്ലാവരും കൂടി പശുക്കൾ അടക്കം കൂട്ടിക്കൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പശുക്കൾക്കായി വെങ്കടേശ്വര സുപ്രഭാതം കേൾപ്പിക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. അതാണ് പ്രശ്നത്തിന്റെ തുടക്കം. പിന്നീട് ഡാനിഷ് വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ ശബ്ദം ഫാമിന് പുറത്തേക്ക് കേൾക്കാത്ത വിധം കുറച്ചു. തുടർന്നാണ് ഫാമിന് വൃത്തിയില്ലെന്നാരോപിച്ച് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. എന്നാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാം സന്ദർശിക്കുകയും പ്രദേശത്ത് മാലിന്യ പ്രശ്നങ്ങളോ ദുർഗന്ധമോ ഇല്ലെന്ന് കണ്ടെത്തി. അതിനുശേഷമാണ് പശുക്കൾക്ക് നേരെ അക്രമമുണ്ടായത്. സംഗീതം പശുക്കൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്നും അതിനോട് എന്തിനാണ് അസഹിഷ്ണുത എന്നുമാണ് ക്ഷീരകർഷകർ ചോദിക്കുന്നത്. അവിടെ രാവിലെ വെങ്കടേശ്വര സുപ്രഭാതം വെച്ച് തന്നിട്ട് ഭയങ്കര വിഷയങ്ങളായി. അതിലാണ് സ്റ്റാർട്ടിങ് അവിടെ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞേരെ ഈ ആളുകളായിട്ട് സംസാരിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ഫാമിൽ വരെ വന്നിട്ടുണ്ട്. മാതൃകാ ഫാം എന്ന് പറയാം. ആ ഫാം അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവിടെ ഫാം നടത്തിക്കൊണ്ടുവന്നത്. ഹിന്ദിക്കാരാ, മുസ്ലിംസാണ് പണിയെടുക്കുന്നത്. ഒരു കൃഷ്ണവിഗ്രഹം വെച്ചിട്ട് നമ്മൾ അതിന് വിളക്ക് കത്തിക്കാൻ അവനെ ഏൽപ്പിക്കുക. അവനോടാണ് നമ്മൾ പറഞ്ഞത് ഞാനില്ലാത്ത ദിവസം വിളക്ക് വെക്കണം, വിളക്ക് മുടക്കണ്ടെന്ന്. അത്രക്കും നമ്മൾ ഈ ആൾക്കാരെ ഈ വിദ്വേഷം എന്താണ്, അല്ലെങ്കിൽ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഇപ്പോൾ ഈ പാട്ട് വെച്ചതിനൊക്കെ ആൾക്കാർ പറയുന്നത്. ഇതൊന്നും നമുക്ക് അംഗീകരിച്ച് പോകാൻ പറ്റില്ല. യാദവരാണ്, ഞങ്ങൾ യാദവരാണ്. യാദവരെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ പശു വളർത്തലാണ്. നിങ്ങൾക്ക് പാല് വേണം, തൈര് വേണം, ചാണകം വേണം, മൂത്രം വേണം, എല്ലാം വേണം. പക്ഷേ പശുവിനെ പോറ്റാൻ പറ്റില്ല. പശുവിനെ വളർത്താൻ ഈ സാധനമൊന്നും കിട്ടില്ല. കമ്പ്യൂട്ടർ അടിച്ചാൽ കിട്ടുന്ന സാധനങ്ങളൊന്നുമല്ലത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി പശു വളർത്തലിനെതിരെ രംഗത്തു വരുന്നവരെ ശക്തമായി പ്രതിരോധിക്കാനാണ് ക്ഷീരകർഷകരുടെ തീരുമാനം. ജനം, കോഴിക്കോട്. കാലവർഷം വരുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വടക്കൻ കേരളത്തിലെ 5 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. സംസ്ഥാനത്ത് അടുത്ത ആഴ്ചയുടെ അവസാനത്തോടെ കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും കാലവർഷത്തിന് മുൻപേ മഴ സജീവമാവുകയാണ്. ഈ മാസം 21 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ശേഷം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ സജീവമായിട്ടുള്ള കാലവർഷം കേരള തീരത്ത് എത്തും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വടക്കൻ കേരളത്തിലെ 5 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകൾക്കും യെല്ലോ മുന്നറിയിപ്പാണ്. ഈ മാസം 20-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. ഇന്നു മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി ഈ മാസം 21-ഓടെ ചക്രവാത ചുഴി രൂപപ്പെട്ട് 22-ഓടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. തുടർന്ന് വടക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിന്റെ ഫലമായും സംസ്ഥാനത്ത് മഴ ശക്തമാകും. ജനം, തിരുവനന്തപുരം. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിലെ കർഷകരെ സഹായിക്കുന്നതിലേക്കുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ല എന്ന ആരോപണവുമായി കർഷകരുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ആരോപണവുമായി കർഷകർ രംഗത്തെത്തുന്നത്. കർഷകർ നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. കൃഷിമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയത് അടിയന്തരമായിട്ട് അതിന്റെ ഒരു യോഗം വിളിക്കാന്ന് പറഞ്ഞു. അടിയന്തരമായിട്ട് യോഗം വിളിക്കാം. അവരുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല കേട്ടോ. എന്റെ ശ്രദ്ധയിലും അവരാരും തന്നെ പെടുത്തിയിട്ടില്ല. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിട്ടാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങൾ നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നത്. എന്നാൽ മാർക്കറ്റിൽ വിതരണം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ ഉള്ളത്. മാർക്കറ്റിൽ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാരും വകുപ്പും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന് പറഞ്ഞ് കൊട്ടിയാഘോഷിച്ച് സർക്കാർ നടത്തിയ നവകേരള സദസ്സിലടക്കം കർഷകർ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയിട്ടും ഹോർട്ടികോർപ്പ് അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്നതാണ് കർഷകരുടെ പ്രധാന ആരോപണം. വിഷയത്തിൽ സർക്കാർ അതിവേഗം ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കാണണമെന്നതാണ് കർഷകരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.
അങ്ങനെ വാർത്തകളുമായി സജീവമായ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിനം കൂടിയാണ്. കാരണം ഇന്ന് ജനം ടി വി കുടുംബത്തിലെ ശ്രുതിയുടെ വിവാഹമാണ്. ഗിരീഷാണ് വരൻ. പാലക്കാട് ശ്രീ പൂക്കോട് കളികാവ് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ശ്രുതിക്കും ഗിരീഷിനും എല്ലാ ആശംസകളും നേരുകയാണ് ജനം ടി വി. പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.